Good morning everyone. Welcome back to your online class on fundamentals of income tax. So last classിൽ നിങ്ങൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പഠിച്ചു. അതിൻ്റെ ഗ്രോസ് ആനുവൽ വാല്യൂയും അതുപോലെ ആനുവൽ വാല്യൂയും കമ്പ്യൂട്ട് ചെയ്യാൻ പഠിച്ചു. ഈ ക്ലാസ്സിൽ നിങ്ങൾ ആനുവൽ വാല്യൂവിൻ്റെ തന്നെ കമ്പ്യൂട്ടേഷൻ തന്നെയാണ് ചെയ്യുന്നത്, പക്ഷേ അതിലെ ഫുൾ അഡ്ജസ്റ്റ്മെൻറ്റും പഠിക്കാൻ പോവുകയാണ്. സോ ഈ ഫുൾ അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിലായിട്ട് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ കമ്പ്യൂട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾ ആ ഫുൾ അഡ്ജസ്റ്റ്മെൻറ്റ് പഠിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സസ് തീർന്നപ്പോൾ ഒരു അസൈൻമെൻറ്റ് തന്നിരുന്നു. 10 ക്വസ്റ്റ്യൻസിൻ്റെ അസൈൻമെൻ്റ് ആയിരുന്നു. 2 മാർക്സ് വീതമായിരുന്നു ഓരോന്നിനും. അപ്പം 20 മാർക്സിന്. അപ്പോൾ പലരും ലേറ്റായിട്ടാണ് അത് സബ്മിറ്റ് ചെയ്തത്. ചിലവർ മാർക്ക് ആസ് ഡൺ എന്നുള്ള ഓപ്ഷൻ ഞാൻ എടുത്തു പറഞ്ഞായിരുന്നു. നിങ്ങൾ സബ്മിറ്റ് ചെയ്തതിന് ശേഷം തിരിച്ച് ഗൂഗിൾ ക്ലാസ് റൂം ആപ്പിൽ വന്നിട്ട് താഴെയുള്ള ആ ഒരു ആരോ മാർക്ക് മുകളിലേക്ക് സ്ലൈഡ് ചെയ്ത് മാർക്ക് ആസ് ഡണ്ണ് കൊടുക്കണമെന്ന് ഞാൻ എടുത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ അതും കൊടുക്കാൻ കുറച്ച് പേര് വിട്ടുപോയിട്ടുണ്ട്. അത് കുഴപ്പമില്ല, നിങ്ങളുടെ ഫസ്റ്റ് സബ്മിഷനാണ്. സോ നിങ്ങൾക്ക് തെറ്റിയവർക്ക് അല്ലെങ്കിൽ ആ ഒരു സംഭവം വിട്ടുപോയ കാര്യം ഞാൻ നിങ്ങൾക്ക് കമൻസ് ആയിട്ട് തിരിച്ച് റിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ പർട്ടിക്കുലർ അസൈൻമെൻറ്റ് CE മാർക്ക് അല്ലെങ്കിൽ അതിൻ്റെ ടോട്ടൽ മാർക്ക് നിങ്ങൾക്ക് ഞാൻ തിരിച്ചയച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഇനിയും ഞാൻ അസൈൻമെൻറ്റ്സ് തരും. ഈ അസൈൻമെൻറ്റ്സൊക്കെ ഞാൻ തരുന്നത് ഒന്ന് അതെല്ലാം വർക്കൗട്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. 2 നിങ്ങൾക്ക് ടെസ്റ്റ് പേപ്പർ നടത്തി കഴിഞ്ഞാലും, അതായത് നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന ഇൻറ്റേർണൽ മാർക്സിനാണെങ്കിലും ആ ടെസ്റ്റ് പേപ്പർ മാർക്സിൻ്റെ കൂടെ ഇതിൻ്റെ മാർക്സും കൂടെ ആഡ് ചെയ്യാനായിട്ട് ഞാൻ എടുക്കും. സോ അത് കറക്റ്റായിട്ട് നിങ്ങൾ അസൈൻമെൻറ്റ്സ് വെക്കുക. ഇനി ഒരിക്കലും ലേറ്റ് ആവാൻ പാടില്ല. ഞാൻ കുറച്ചുകൂടെ ടൈം വേണമെങ്കിൽ അതിൽ എക്സ്ട്രാ ഇട്ട് തരാം, പക്ഷേ നിങ്ങൾ കറക്റ്റായിട്ട് അത് ചെയ്യണം. അതുപോലെ ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, ഇൻകം ടാക്സിന് നോട്ട്ബുക്ക് വേണമെന്ന്. യെസ്, വേണം. ഇത് പ്രാക്ടിക്കൽ പ്രോബ്ലം ഉള്ളൊരു സബ്ജക്റ്റാണ്. സോ നിങ്ങൾക്ക് ആ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്താലേ കറക്റ്റായിട്ട് എക്സാമിന് എഴുതാൻ പറ്റത്തുള്ളൂ. സോ ഞാൻ ഈ സ്ലൈഡിൽ കൂടെ പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കറക്റ്റായിട്ട് നോട്ടിൽ എഴുതി അതിൻ്റെ ആൻസേഴ്സും നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് വെച്ചിരിക്കണം. ബാക്കി നോട്ട്സൊന്നും നിങ്ങൾ നോട്ടിൽ എഴുതി വെക്കണമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം നമ്മളിനി ഇതിൻ്റെ ടെക്സ്റ്റ് ബുക്ക് മേടിക്കും. അത് ഞാൻ പറയാം. AP ഫിലിപ്പിൻ്റെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ മേടിച്ചാൽ മതിയാവും. അതിന് ഞാൻ നോക്കാം, കോളേജൊക്കെ തുറന്നു കഴിയുമ്പം നമുക്ക് കോളേജിൽ തന്നെ വരുത്തി എല്ലാവർക്കും മേടിക്കാൻ നോക്കാം. അല്ല, ഇപ്പം മേടിക്കണമെന്ന് ഒത്തിരി ആഗ്രഹമുള്ളവരാണെങ്കിൽ AP ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഇൻകം ടാക്സിൻ്റെ ഫണ്ടമെൻറ്റൽസ് ഓഫ് ഇൻകം ടാക്സ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെഹ്റോത്ര എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ടെക്സ്റ്റ് ബുക്കും കിട്ടും. മെഹ്റോത്രയുടെ ഡയറക്റ്റ് ടാക്സസ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക്, അതിൽ കംപ്ലീറ്റ് ടാക്സും ഉണ്ട്. അത് നിങ്ങൾക്ക് ആക്ച്വലി ഈ സെമി പഠിക്കുന്ന അല്ലാതെ കൂടുതൽ കാര്യങ്ങളും ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പം നിങ്ങൾക്ക് PG ചെയ്യാൻ പോവുകയാണെങ്കിലും അത് ഹെൽപ്ഫുൾ ആവും. സോ എനിവേ, ടെക്സ്റ്റിൻ്റെ കാര്യം ഇപ്പം നിർബന്ധമില്ല, എന്നിരുന്നാലും നിങ്ങൾ മേടിക്കുന്നവർക്ക് മേടിക്കാം. അപ്പം നമുക്ക് ഈ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പേ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് തന്ന അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ആദ്യം ഞാൻ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ക്ലാസ്സിലേക്ക് പോകാം. സോ അസൈൻമെൻറ്റ് 1ൻ്റെ ക്വസ്റ്റ്യൻസ് പറയുവാണ്. അതിൻ്റെ ആൻസർ ഞാൻ എഴുതിയിട്ടുണ്ട്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ചാർജിങ് സെക്ഷൻ ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി? ഇത് ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു തന്നതാണ്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ ചാർജിങ് സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 22 ആണ്. പലരും സെക്ഷൻ 23 ഒക്കെ മാർക്ക് ചെയ്ത് കണ്ടു. സെക്ഷൻ 23 നമ്മൾ 2ാമത്തെ ക്ലാസ്സിലാണ് പറഞ്ഞത്. അത് എപ്പോഴാണ് പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂന്ന് ഒരു ഡിഡക്ഷൻ വരും. എന്തായിരുന്നു? മുനിസിപ്പൽ ടാക്സ് പെയ്ഡ്. ഈ ഡിഡക്ഷനാണ് സെക്ഷൻ 23 പറയുന്നത്. അത് മാത്രമേ സെക്ഷൻ 23 ഉള്ളൂ. അതായത് സെക്ഷൻ 22 ചാർജിങ് കാര്യങ്ങളും സെക്ഷൻ 23 ഡിഡക്ഷൻ്റെ കാര്യങ്ങളുമാണ് പറയുന്നത്. സോ അത് തിരിഞ്ഞു പോകരുത്. മാത്രമല്ല സെക്ഷൻ 22 ഹൗസ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ അതിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞത്. ആ സെക്ഷൻ 22 3 കണ്ടീഷൻസിൻ്റെ കാര്യമൊക്കെ പറയുന്നത്. അതൊക്കെ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. അത് നിങ്ങൾ സെക്കൻഡ് ക്ലാസ്സുമായിട്ട് തമ്മിൽ തിരിഞ്ഞ് പലരും 23 സെക്ഷനൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഓർത്ത് വെക്കുക, ചാർജിങ് സെക്ഷൻ എന്നറിയപ്പെടുന്ന സെക്ഷൻ 22 ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓൾസോ നോൺ ആസ് ഡി ഫാക്ടോ റെൻറ്റ്? ഇതും ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ ഇത് സെക്കൻഡ് ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. നിങ്ങൾ ഫുള്ള് വീഡിയോ ഇരുന്ന് കണ്ടവർക്ക് ഇത് ഓർമ്മയുണ്ടാവും, കാരണം ഞാനത് എടുത്ത് പറഞ്ഞായിരുന്നു. ആക്ച്വൽ റെൻറ്റിനെയാണ് നമ്മൾ ഡി ഫാക്ടോ റെൻറ്റ് എന്ന് പറയുന്നത്. ആക്ച്വൽ എന്നുള്ള മീനിങ് തന്നെയാണ് ഡി ഫാക്ടോ എന്ന് പറയുന്ന വേർഡിന്. ഡി ഫാക്ടോ ഒരു ലാറ്റിൻ വേർഡാണ്. നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും. നമ്മൾ പല ലീഗലായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ നേരത്ത് ഡി ഫാക്ടോ എന്നുള്ള ലാറ്റിൻ വേർഡ് യൂസ് ചെയ്യാറുണ്ട്. ആക്ച്വൽ എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്, അല്ലെങ്കിൽ ഇൻ ഫാക്റ്റ് എന്നുള്ള മീനിങ് ആണ് അതിന്. റിയൽ എന്നുള്ള മീനിങ് അതാണ്. സോ ഡി ഫാക്ടോ റെൻ്റ് എന്ന് വെച്ചാൽ ആക്ച്വൽ റെൻറ്റ്. ഇനി അത് മറക്കരുത്.
ദെൻ നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഈസ് എക്സെംപ്റ്റഡ്. അത് നിങ്ങൾക്ക് ആ എക്സെംപ്റ്റഡ് ആയിട്ടുള്ള ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഏതൊക്കെയാണെന്ന് കുറേ തന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ അറിയാം. ഇൻകം ഫ്രം ഏതാണ് പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം എക്സെംപ്റ്റഡ് ആണ്. അത് നിങ്ങൾ മറക്കാൻ സാധ്യത കുറവാണ്. കാരണം പൊളിറ്റിക്കൽ പാർട്ടി എന്നൊക്കെ കാണുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കും, അതെന്താ അങ്ങനെയെന്നൊക്കെ തോന്നും. അതങ്ങനെയാണ്. പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് അതിന് റെൻറ്റ് കൊടുക്കുവാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം അവർക്ക് എക്സെംപ്റ്റഡ് ആണ്. അതായത് അവർക്ക് ടാക്സ് കൊടുക്കണ്ട. അങ്ങനെ കുറച്ച് എക്സെംപ്റ്റഡ് ആയിട്ടുള്ള ഇൻകം, അതും നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിലാണ് ഡിസ്കസ് ചെയ്തത്. സോ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് റെഫർ ചെയ്യുക. വീഡിയോ കുത്തിയിരുന്ന് വീണ്ടും കാണാൻ വയ്യാത്തവർക്കാണ് ഞാൻ PDF ആയിട്ട് ആ സ്ലൈഡ് ഫുള്ള് ഗ്രൂപ്പിലിട്ട് തന്നത്. സോ ആ PDF റെഫർ ചെയ്താലും മതിയാകും. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കംസ് അണ്ടർ ദ ഡിഡക്ഷൻസ് ഓഫ് സെക്ഷൻ 23 ഓഫ് ഇൻകം ടാക്സ് ആക്ട്. സോ ഞാൻ പറഞ്ഞു സെക്ഷൻ 23ലാണ് ഡിഡക്ഷൻ വരുന്നത്. അപ്പോൾ ഈ താഴെ പറഞ്ഞതിൽ ഏതാണ് ഡിഡക്ഷൻ വരുന്നതെന്നായിരുന്നു ക്വസ്റ്റ്യൻ. ഇത് കുറേ പേർക്ക് തെറ്റിയായിരുന്നു. പലരും മുനിസിപ്പൽ വാല്യൂ ആൻസർ ആയിട്ട് എഴുതിയത് ഞാൻ കണ്ടു. ഒരിക്കലും മുനിസിപ്പൽ വാല്യൂവിന് നമ്മൾ ഡിഡക്ഷൻ കൊടുക്കില്ല. മുനിസിപ്പൽ വാല്യൂ മുനിസിപ്പൽ ടാക്സും രണ്ട് ഡിഫറെൻറ്റ് ടേംസ് ആണ്. മുനിസിപ്പൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു വീടിൻ്റെ മൊത്തം വില, മുനിസിപ്പൽ അതോറിറ്റി ഇട്ടിരിക്കുന്ന ഫുൾ വില, അത് 50 ലക്ഷം 60 ലക്ഷം അങ്ങനെ ലക്ഷത്തിലായിരിക്കും എപ്പോഴും മുനിസിപ്പൽ വാല്യൂ വരുന്നത്. അതേസമയം മുനിസിപ്പൽ ടാക്സ് എന്ന് പറയുന്നത് ഈ മുനിസിപ്പൽ വാല്യൂവിൻ്റെ ചെറിയൊരു പോർഷനാണ്. അതായത് ഇപ്പം 50 lakh ആണ് ഒരു വീടിൻ്റെ മുനിസിപ്പൽ വാല്യൂ എങ്കിൽ അതിൻ്റെ 10% അല്ലെങ്കിൽ പോട്ടെ ഒരു 1% ആയിരിക്കും മുനിസിപ്പൽ ടാക്സ് എന്ന് പറയുന്നത്. സോ മുനിസിപ്പൽ ടാക്സ് എപ്പോഴും ചെറിയൊരു എമൗണ്ട് ആണ്. ആ ചെറിയ എമൗണ്ട് എപ്പോഴും ഡിഡക്ഷന് കിട്ടത്തുള്ളൂ. മുനിസിപ്പൽ ടാക്സ് ആണ് എപ്പോഴും സെക്ഷൻ 23ൽ ഡിഡക്ഷനായിട്ട് വരുന്നത്. അതും മുനിസിപ്പൽ ടാക്സ് ഞാൻ എടുത്തു പറഞ്ഞായിരുന്നു. മുനിസിപ്പൽ ടാക്സ് ഡ്യൂ ഒരിക്കലും നമ്മൾ ഡിഡക്ഷൻ എടുക്കില്ല, പെയ്ഡ് മാത്രമേ എടുക്കുകയുള്ളൂ. അതും എപ്പോൾ പേയ്മെൻറ്റ് നടത്തിയിരിക്കണം? പ്രീവിയസ് ഇയറിൽ പേയ്മെൻറ്റ് നടത്തിയിരിക്കണം. അതുകൊണ്ട് 4ാമത്തെ ഓപ്ഷനാണ് കറക്റ്റ്. ഇത് നിങ്ങൾ വീണ്ടും വീഡിയോ 2 അല്ലെങ്കിൽ ഞാൻ രണ്ടാമത് ചെയ്ത വീഡിയോ നിങ്ങൾ റെഫർ ചെയ്യുക. കാരണം നിങ്ങൾക്കതിന് എന്നിട്ടും അത് കണ്ടിട്ടും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, ഞാൻ വേറെ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ നോക്കാം. ദെൻ വേറൊരു ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് വിൽ ബി ഡിഡക്റ്റഡ് ഫ്രം ഗ്രോസ് ആനുവൽ വാല്യൂ. സോ നേരത്തെ എൻ്റെ സെയിം പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇതിൽ കുറച്ചും കൂടെ ഞാൻ നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആവാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഓപ്ഷൻ തന്നത്. ഇപ്പം കണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് തെറ്റിക്കില്ല. അപ്പം ഇതും പലരും തെറ്റിച്ചത് ഓപ്ഷൻ 2 ആണ് പലരും ചൂസ് ചെയ്തത്. അതായത് മുനിസിപ്പൽ ടാക്സ് ഡ്യൂ ഫോർ പ്രീവിയസ് ഇയർ അങ്ങനെ അധികം ആരും മാർക്ക് ചെയ്തിട്ടില്ല. സെക്കൻഡ് വൺ, അതായത് മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ഡ്യൂറിങ് ദ അസസ്മെൻറ്റ് ഇയർ ഫോർ ദ നെക്സ്റ്റ് ഇയർ, പലരും അതാണ് മാർക്ക് ചെയ്ത് വെച്ചത്. ഇതിലെ തെറ്റെന്താണെന്ന് വെച്ചാൽ മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ആണ് നമ്മൾ എന്തായാലും കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ അത് എപ്പോൾ പേയ്മെൻറ്റ് നടത്തണം? ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ, അങ്ങനെ തന്നെ വരണം. മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. ബാക്കി എന്ത് വന്നാലും നമുക്കൊരു വിഷയമല്ല. അതായത് ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ഫോർ കറണ്ട് ഇയർ എന്നോ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ഫോർ പ്രീവിയസ് ഇയർ എന്നോ അല്ലെങ്കിൽ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ഫോർ ഫ്യൂച്ചർ ഇയേഴ്സ് എന്നൊക്കെ വന്നാലും കുഴപ്പമില്ല. ആ 4 കഴിഞ്ഞ് വേറെ എന്ത് വേണോ വരാം. പക്ഷേ ഡ്യൂറിങ് എന്നുള്ളത് പ്രീവിയസ് ഇയർ തന്നെ ആയിരിക്കണം. സോ നമ്മുടെ ഓപ്ഷൻ 3rd വൺ ആണ് കറക്റ്റ്. മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ഫോർ കറണ്ട് ഇയർ. അത് കറണ്ട് ഇയർ ആണെങ്കിലും ശരി, ഫോർ ഫ്യൂച്ചർ ഇയേഴ്സ് ആണ്, അതൊന്നും കുഴപ്പമില്ല. ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ തന്നെ വരണം, അതും പെയ്ഡ് തന്നെ ആയിരിക്കണം. ബാക്കി ഓപ്ഷൻസ് ഒന്നും കറക്റ്റ് അല്ല. ലാസ്റ്റ് വൺ മുനിസിപ്പൽ ടാക്സ് ഡ്യൂ ഫോർ കറണ്ട് ഇയർ, അത് പിന്നെ പറയേണ്ട കാര്യമില്ല. ഡ്യൂ എടുക്കുകയേ ചെയ്യരുത്, പെയ്ഡേ എടുക്കാവും. സോ അതങ്ങനെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് FRV? അതും ഫെയർ റെൻ്റൽ വാല്യൂ പലരും തെറ്റിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് ഫെയർ റെൻ്റൽ വാല്യൂ സ്പെല്ലിംഗ് തെറ്റരുതെന്നും FRVയുടെ ഫുൾ ഫോം നോട്ട് ചെയ്യണമെന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. പലരും അത് ശ്രദ്ധിച്ചില്ല, അതെനിക്ക് മനസ്സിലായി. പലരും ഫെയറിൻ്റെ സ്പെല്ലിംഗ് FARE ആണെന്ന് തെറ്റിദ്ധരിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫെയർ റെൻ്റലിന് പകരം റെൻറ്റഡ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇനിയും തെറ്റിക്കരുത്, ഫെയർ റെൻ്റൽ വാല്യൂ എന്നാണ്. ഇനി ഇതിലെ പ്രോബ്ലം പാർട്ട്. ഇപ്പം ഇതും പ്രോബ്ലംസും കുറച്ച് പേരെങ്കിലും തെറ്റിച്ചിട്ടുണ്ട്. എളുപ്പമുള്ള പ്രോബ്ലംസ് ആയിരുന്നു. ലാസ്റ്റ് വൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾക്കൊരു ഡൗട്ട് വരുന്നത്. ബാക്കിയെല്ലാം എളുപ്പമായിരുന്നു. എങ്കിലും ഞാൻ നിങ്ങൾക്കത് വേണമെങ്കിൽ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം.
അപ്പം ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഫൈൻ ഗ്രോസ് ആനുവൽ വാല്യൂ. നിങ്ങൾക്ക് ആക്ച്വൽ റെൻറ്റ് തന്നിട്ടുണ്ട്, അത് പെർ മന്ത് ആണ്. സ്റ്റാൻഡേർഡ് റെൻറ്റും തന്നിട്ടുണ്ട്, അതും പെർ മന്ത് ആണ്. പിന്നെ മുനിസിപ്പൽ വാല്യൂഷൻ തന്നിട്ടുണ്ട്, അത് പെർ ആനം. ആൻഡ് ഫെയർ റെൻ്റൽ വാല്യൂയും തന്നിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ആൻസർ ചെയ്യുമ്പം നിങ്ങൾക്ക് എന്തായാലും ഞാൻ ആൻസർ ഒബ്ജക്റ്റീവ് മോഡലാണ് തന്നത്, പക്ഷേ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ആയിരിക്കില്ലല്ലോ. സോ നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഒരു പേപ്പറിൽ അല്ലെങ്കിൽ ഒരു ബുക്കിൽ വേണം എഴുതാൻ. ഇൻകം ടാക്സിനൊരു ബുക്ക് ഉണ്ടായിരിക്കണം. അതിൽ നിങ്ങളത് കറക്റ്റായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതി അതിൻ്റെ കമ്പ്യൂട്ടേഷന് കാണിക്കണം. ഈ ക്വസ്റ്റ്യൻസ് മാത്രമല്ല, നിങ്ങൾക്ക് ഞാൻ ക്ലാസ്സിൽ, അതായത് വീഡിയോ 2 രണ്ടാമത് തന്ന വീഡിയോയ്ക്ക് അതും കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതി അതിൻ്റെ അകത്ത് തന്നെ വർക്കൗട്ട് ചെയ്ത് കാണിച്ചു. സോ അത് നിങ്ങൾ നോട്ടിൽ എഴുതണം. സോ ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമെന്ന് ഇപ്പം വിശ്വസിക്കുന്നു. ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഫെയർ റെൻ്റൽ വാല്യൂ എഴുതും. അത് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 40,000. ദെൻ മുനിസിപ്പൽ വാല്യൂഷൻ എഴുതും 50,000. ദെൻ ഇത് തമ്മിൽ കമ്പയർ ചെയ്ത് വിച്ച് എവർ ഈസ് ഹൈ, അതേതാണ് 50,000. 40,000 ആണ് 50,000 ആണ് വലുത് 50,000. ദെൻ നമ്മൾ സ്റ്റാൻഡേർഡ് റെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യണം. സ്റ്റാൻഡേർഡ് റെൻറ്റ് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്, പക്ഷേ അത് പെർ മന്ത് ആണ്. സോ ഇൻറ്റു 12 ചെയ്തിട്ട് വേണം ചെയ്യാൻ. എന്നിട്ട് അത് തമ്മിൽ കമ്പയർ ചെയ്യും, വിച്ച് എവർ ഈസ് ലോവർ എടുക്കും. 45,000 ആണ് അതിൽ ചെറുത്. ഇനി നമ്മൾ എന്തുമായിട്ട് കമ്പയർ ചെയ്യും, ആക്ച്വൽ റെൻറ്റും ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്, അത് പെർ മന്ത് ആണ്. സോ നമ്മൾ അതിനെ ഇൻറ്റു 12 ചെയ്തു. ദെൻ അവരെ തമ്മിൽ കമ്പയർ ചെയ്തു, വിച്ച് എവർ ഈസ് ഹൈ. അതാണ് എൻ്റെ ഫൈനൽ ആൻസർ. അതാണ് ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് വന്നത്. ഇത് അധികം ആരും തെറ്റിച്ചിട്ടില്ല, സോ അത് മാറ്റാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് പലർക്കും തെറ്റിയിട്ടുണ്ട്. ഇതങ്ങനെ തെറ്റാൻ സാധ്യത കുറവായിട്ട് വരേണ്ട ക്വസ്റ്റ്യൻ ആണ്, കാരണം ഇതും ഡയറക്റ്റ് ആണ്. ഇതിൽ ഗ്രോസ് ആനുവൽ വാല്യൂ കണ്ടുപിടിക്കണം. മിസ്റ്റർ എ ലെറ്റ് ഔട്ട് ഹിസ് പ്രോപ്പർട്ടി ഫോർ എ റെൻറ്റ് ഓഫ് ₹30,000 പെർ മന്ത്. അപ്പോൾ ഫോർ എ റെൻറ്റ് ഓഫ് ₹30,000 എന്ന് പറഞ്ഞാൽ അത് ആക്ച്വൽ അയാൾക്ക് കിട്ടിയ റെൻ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ അത് ആക്ച്വൽ റെൻ്റാണ്. 30,000 പെർ മന്ത് ആണ്. സോ 30,000 ഇൻറ്റു 12 ചെയ്യണം. അതുപോലെ മുനിസിപ്പൽ വാല്യൂഷന് തന്നിട്ടുണ്ട്, വേറൊന്നും തന്നിട്ടില്ല. എനിവേ നമ്മൾ ആൻസർ എഴുതുമ്പോൾ കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് ആനുവൽ വാല്യൂ എന്നൊക്കെ എഴുതിയിട്ട് ഫെയർ റെൻ്റൽ വാല്യൂ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഡാഷ് ഇട്ട് എഴുതി കാണിക്കണം. മുനിസിപ്പൽ വാല്യൂഷൻ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 3 lakh. സോ അത് എഴുതുന്നു. തമ്മിൽ കമ്പയർ ചെയ്യും, വിച്ച് എവർ ഈസ് ഹയർ ഏത് തന്നെയായിരിക്കും 3 lakh. കമ്പയർ ചെയ്യാൻ ആരും ഇല്ലെങ്കിൽ അവരെ തന്നെ താഴോട്ട് എടുത്തെഴുതണം. ദെൻ അടുത്ത ആരുമായിട്ട് കമ്പയർ ചെയ്യും, സ്റ്റാൻഡേർഡ് റെൻറ്റും തന്നിട്ടില്ല. സോ അവിടെയും ഡാഷ്. ഇവർ തമ്മിൽ കമ്പയർ ചെയ്യും, വിച്ച് എവർ ഈസ് ലോവർ 3 lakh തന്നെ വരും. ദെൻ അടുത്ത ആരുമായിട്ട് കമ്പയർ ചെയ്യണം, ആക്ച്വൽ റെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യണം. ആക്ച്വൽ റെൻറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, എത്രയാണ്, ₹30,000 പെർ മന്ത് എന്നാണ്. സോ എന്ത് ചെയ്യണം, 30,000 ഇൻറ്റു 12 ചെയ്യണം. അപ്പോൾ 3,60,000 കിട്ടും. എന്നിട്ട് അവരെ തമ്മിൽ കമ്പയർ ചെയ്ത് വിച്ച് എവർ ഈസ് ഹയർ, അതാണ് ഗ്രോസ് ആനുവൽ വാല്യൂ. ഇതും എളുപ്പമാണ്. ഇനിയും ഈ ഒരു എക്സ്പ്ലനേഷൻ ഞാനിത് സ്പീഡിൽ പറയുന്നത് പലർക്കും ചിലപ്പം ഇത് ഓൾറെഡി അറിയാം, സോ അവർക്ക് ബോറിംഗ് ആയിട്ട് തോന്നും. അങ്ങനെയുള്ളൊരു കുഴപ്പമില്ല, സ്കിപ്പ് ചെയ്ത് പോയാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളിത് സ്കിപ്പ് ചെയ്ത് ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്ന ആ ഒരു സ്ഥലത്ത് കൊണ്ടുവച്ച് കണ്ടാലും കുഴപ്പമില്ല. അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. എന്നാലും നിങ്ങൾക്ക് ഈ എക്സ്പ്ലനേഷൻ പോരാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ എനിക്ക് വാട്സാപ്പിൽ ഇൻഡിവിജ്വലായിട്ട് മെസ്സേജ് വല്ലതും ഇട്ടിരുന്നാൽ മതി. ഞാൻ അത് കുറേ കൂടെ നല്ല രീതിയിൽ വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിസ്റ്റർ വൈ ഓൺസ് എ ഹൗസ്. അതിൻ്റെ ഫെയർ റെൻറ്റ് തന്നിട്ടുണ്ട്. ദ ഫെയർ റെൻറ്റ് ഓഫ് വിച്ച് ഈസ് ₹6 lakh പെർ ആനം. ദ പ്രോപ്പർട്ടി വാസ് ലെറ്റ് ഔട്ട് ഫോർ റെൻറ്റ് ഓഫ് ₹49,500 പെർ മന്ത്. അപ്പോൾ പ്രോപ്പർട്ടി വാസ് ലെറ്റ് ഔട്ട് എന്ന് വെച്ചാൽ വാടകയ്ക്ക് കൊടുക്കുക. അപ്പോൾ അതെന്താണ്, റെൻറ്റിന് കൊടുത്തു എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ അതിൻ്റെ ആക്ച്വൽ റെൻ്റ് എന്നാണ് അർത്ഥം. ഗ്രോസ് ആനുവൽ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ഫെയർ റെൻറ്റും തന്നിട്ടുണ്ട്, ആക്ച്വൽ റെൻറ്റും തന്നിട്ടുണ്ട്, വേറെ ഒന്നും തന്നിട്ടില്ല. സോ നമ്മൾ വീണ്ടും നേരത്തെ പോലെ ഫസ്റ്റ് ഫെയർ റെൻറ്റ് എഴുതും. ഫെയർ റെൻറ്റിൽ തന്നിട്ടുണ്ട്, അതുകൊണ്ട് 6 lakh എന്ന് എഴുതി. ദെൻ മുനിസിപ്പൽ വാല്യൂഷൻ തന്നിട്ടില്ല, സോ ഡാഷ്. തമ്മിൽ കമ്പയർ ചെയ്യും, വിച്ച് എവർ ഈസ് ഹയർ 6 lakh തന്നെയാണ്. ദെൻ സ്റ്റാൻഡേർഡ് റെൻറ്റ് എഴുതും, തന്നിട്ടില്ല, സോ ഡാഷ്. 6 lakh ഇതും കൂടെ കമ്പയർ ചെയ്യും, ഒന്നുമില്ല, സോ 6 lakh തന്നെ വീണ്ടും എക്സ്പെക്റ്റഡ് റെൻ്റ് ആയിട്ട് വരും. ദെൻ 6 lakh ആക്ച്വൽ റെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യണം. ആക്ച്വൽ റെൻറ്റ് തന്നിട്ടുണ്ട്, എത്രയാണ്, 49,500. പക്ഷേ അത് പെർ മന്ത് ആണ്. സോ 49,500 ഇൻറ്റു 12 5,94,000 കിട്ടും. ഇവരെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ വിച്ച് എവർ ഈസ് ഹയർ വേണം എടുക്കുന്നത്. അതാണ് എന്ത്, ഗ്രോസ് ആനുവൽ വാല്യൂ. സോ 6 lakh എന്നാണ് ആൻസർ കിട്ടുന്നത്. പലരും ഇത് വേറെ എന്തൊക്കെയോ 5,94,000 ഒക്കെ മാർക്ക് ചെയ്തെന്ന് തോന്നുന്നു ഓപ്ഷനിൽ. നിങ്ങളിത് കമ്പയർ ചെയ്ത് കിട്ടുന്ന ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ ഹയസ്റ്റ് ഓഫ് ദ 2 ആണ്. ദെൻ നെക്സ്റ്റ് വൺ, ഇതാണ് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ തെറ്റിച്ച ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. ഇതിൻ്റെ പ്രശ്നം ആക്ച്വലി ലാസ്റ്റിൽ അത് നിങ്ങളുടെ ബുദ്ധി ഒന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഞാൻ ഇങ്ങനെ ഇട്ടതാണ്. പലരും നൺ ഓഫ് ദി എബോവ് എന്നൊരു ഓപ്ഷൻ കണ്ടപ്പോൾ പലരും അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ. എല്ലാ ക്വസ്റ്റ്യനും ഒരുപോലെ ആയിരിക്കില്ല, എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ വ്യത്യാസം അവിടെ ഇവിടെയും വരും. സോ അത് നിങ്ങളും കൂടെ ഒന്ന് വർക്ക് ചെയ്യണം, നിങ്ങളുടെ ബ്രെയിനും കൂടെ വർക്ക് ചെയ്യണം. എപ്പോഴും ഇങ്ങനെ കാണാതെ പഠിച്ച് അങ്ങ് പോകരുത്. നിങ്ങളും കൂടെ വായിച്ച് അതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കണം. ഇതിൽ വേറെ ഒത്തിരി കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, ചെറിയൊരു ഇതേ വരുത്തിയിട്ടുള്ളൂ. സോ
ക്വസ്റ്റ്യൻ ഞാൻ പറയാം. DS owns എ ഹൗസ് പ്രോപ്പർട്ടി ഇൻ ഡൽഹി വിച്ച് ഹി വാണ്ട്സ് ടു ഗിവ് ഓൺ റെൻറ്റ്. അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല, അതിൻ്റെ നമുക്ക് വേണ്ട ഇൻഫർമേഷൻ ഒന്നും അധികമില്ല. സോ നെക്സ്റ്റ് സെൻറ്റൻസ്, ഹി സീക്സ് യുവർ ഹെൽപ്പ് ടു ഡിറ്റർമൈൻ ദ റീസണബിൾ എക്സ്പെക്റ്റഡ് റെൻറ്റ് വെൻ മന്ത്ലി മുനിസിപ്പൽ വാല്യൂ ഈസ് ₹20,000, ഫെയർ റെൻറ്റ് ഈസ് അങ്ങനെ പറയുന്നു. അപ്പോൾ അതിലെന്താ ചോദിക്കുന്നത്? ഹി സീക്സ് യുവർ ഹെൽപ്പ് ടു ഡിറ്റർമൈൻ ദ റീസണബിൾ എക്സ്പെക്റ്റഡ് റെൻറ്റ്. സോ ഇവിടെ വേണ്ടത് എന്താണ്? ഡിറ്റർമൈൻ ചെയ്യേണ്ടത് എക്സ്പെക്റ്റഡ് റെൻ്റ് ആണ്. റീസണബിൾ എക്സ്പെക്റ്റഡ് റെൻ്റ് എന്ന് വെച്ചാൽ എക്സ്പെക്റ്റഡ് റെൻറ്റ്. സോ ഇവിടെ വേണ്ടത് എന്താണ്? ഗ്രോസ് ആനുവൽ വാല്യൂ അല്ല, എക്സ്പെക്റ്റഡ് റെൻ്റ് ആണ് വേണ്ടത്. വെൻ മന്ത്ലി മുനിസിപ്പൽ വാല്യൂ ഈസ്, ഇപ്പം മുനിസിപ്പൽ വാല്യൂഷൻ തന്നിട്ടുണ്ട്, അത് മന്ത്ലി ആണ്. എത്രയാണ്? ₹20,000. ഫെയർ റെൻറ്റും തന്നിട്ടുണ്ട് ₹25,000. സോ എല്ലാം മന്ത്ലി ആണ്. മന്ത്ലി മുനിസിപ്പൽ വാല്യൂ, മന്ത്ലി ഫെയർ റെൻറ്റ് ആൻഡ് മന്ത്ലി സ്റ്റാൻഡേർഡ് റെൻറ്റ് എന്നാണ് അവർ ഉദ്ദേശിച്ചത്. സോ എല്ലാം ഇൻ മന്ത് എന്നുള്ള രീതിയിലാണ് തന്നേക്കുന്നത്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. മുനിസിപ്പൽ വാല്യൂ 20,000 ആണെങ്കിൽ ഫെയർ റെൻറ്റും ലൈക്ക് 25,000 ആ റേഞ്ചിൽ തന്നെ വരും. പെർ മന്ത് ആണെങ്കിൽ അങ്ങനെ വരും. ഇപ്പം മുനിസിപ്പൽ വാല്യൂ 2 ലക്ഷം എന്ന് തന്നിട്ട് ഫെയർ റെൻ്റൽ വാല്യൂ 5,000 എന്നോ അല്ലെ 25,000 എന്നോ ഒരിക്കലും തരത്തില്ല. ഒന്നുകിൽ എല്ലാം ലക്ഷത്തിൻ്റെ കണക്കിൽ തന്നെ തരും, അല്ലെങ്കിൽ എല്ലാം തൗസൻഡ്സിൻ്റെ കണക്കിൽ തന്നെ തരും. സോ നിങ്ങൾക്ക് പെർ മന്ത് ആണോ അല്ലേന്ന് ഡൗട്ട് വരേണ്ട കാര്യമില്ല. മുനിസിപ്പൽ വാല്യൂ ₹20,000 പെർ മന്ത് ആണെങ്കിൽ ഫെയർ റെൻറ്റ് 25,000, അതും ആ ഒരു 1,000 റേഞ്ചിൽ തന്നെയല്ലേ നിൽക്കുന്നത്. സോ അതും ഇൻ മന്ത് തന്നെയാണ് തന്നിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് റെൻറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് എക്സ്പെക്റ്റഡ് റെൻറ്റ് കണ്ടുപിടിക്കാനാണ്. സോ നമ്മൾ ഫസ്റ്റ് എന്ത് എഴുതുന്നു? ഫെയർ റെൻ്റൽ വാല്യൂ, മുനിസിപ്പൽ വാല്യൂ. അപ്പോൾ എഴുതുമ്പോൾ നമ്മളെല്ലാം ഇയറിലേക്ക് കൺവേർട്ട് ചെയ്താൽ, നിങ്ങൾ അങ്ങനെയാണ് പഠിച്ചത്. സോ അങ്ങനെ തന്നെ ചെയ്യാം. ഫെയർ റെൻ്റൽ വാല്യൂ ഇൻറ്റു 12 ചെയ്യണം, അപ്പോൾ 3 lakh കിട്ടും. മുനിസിപ്പൽ വാല്യൂ ഇൻറ്റു 12 ചെയ്യണം, അപ്പോൾ 2,40,000 കിട്ടും. ഇവർ തമ്മിൽ കമ്പയർ ചെയ്യും, വിച്ച് എവർ ഈസ് ഹയർ എടുക്കും. ഹയർ എന്ന് പറയുന്നത് 3 lakh ആണ്. സോ അത് എഴുതി. ഇനി നമ്മൾ ആരുമായിട്ട് കമ്പയർ ചെയ്യും? സ്റ്റാൻഡേർഡ് റെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യും. സോ അതും തന്നിട്ടുണ്ട് 22,000, അത് പെർ മന്ത് ആണ്. സോ ഇൻറ്റു 12 ചെയ്യും. 2,64,000 തന്നിട്ടുണ്ട്. അവരെ തമ്മിൽ കമ്പയർ ചെയ്ത് വിച്ച് എവർ ഈസ് ലോവർ, അതാണ് എന്ത്? എക്സ്പെക്റ്റഡ് റെൻറ്റ്. ഇനി നമ്മൾ താഴോട്ട് കണ്ടുപിടിക്കണോ? വേണ്ട. കാരണം എന്താ ക്വസ്റ്റിൽ ചോദിച്ചത്? ഡിറ്റർമൈൻ എക്സ്പെക്റ്റഡ് റെൻറ്റ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടിയ ആൻസർ? 2,64,000 കിട്ടും. പക്ഷേ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചത്? ദ റീസണബിൾ എക്സ്പെക്റ്റഡ് റെൻറ്റ് വിൽ ബി കമ്പ്യൂട്ടഡ് വിത്ത് റെഫറൻസ് ടു ഫോളോയിങ് എമൗണ്ട് പെർ മന്ത്. കണ്ടോ? അപ്പോൾ റീസണബിൾ എക്സ്പെക്റ്റഡ് റെൻറ്റ് വിൽ ബി കമ്പ്യൂട്ടഡ്. നമ്മൾ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാനാണ് പറയുന്നത്? എമൗണ്ട് പെർ മന്തിലാണ് അവർക്ക് വേണ്ടത്. സോ നിങ്ങൾ ഓപ്ഷന് നോക്കുമ്പോൾ എല്ലാം ഏകദേശം 1,000-ലല്ലേ ആൻസർ കിടക്കുന്നത്. നിങ്ങൾക്ക് കിട്ടിയത് 2,64,000 ലാക്സിലാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടിയത്. അപ്പോഴേ നിങ്ങളൊന്ന് ആലോചിക്കണം, എന്തോ എവിടെ ഒരു കുഴപ്പമുണ്ട്, ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കണമെന്ന്. അപ്പോൾ എമൗണ്ട് പെർ മന്ത് ആണ് ചോദിച്ചത്. സോ നമുക്കതിനെ എന്തിലേക്ക് മാറ്റണം? മന്തിലേക്ക് മാറ്റണം. ഈ കിട്ടിയ ആൻസർ എന്താണ്? പെർ ആനം, അല്ലെങ്കിൽ ഒരു വർഷത്തിൻ്റെ ആൻസറാണ് കിട്ടിയത്. അപ്പം മന്തിലേക്ക് മാറ്റം എന്ത് ചെയ്യണം? 2,64,000 ഡിവൈഡഡ് ബൈ 12. നമ്മൾ ഇയറിലേക്ക് മാറ്റാൻ ഇൻറ്റു 12 ചെയ്യും. ഒരു മാസത്തിൻ്റെ കണക്കെടുക്കാൻ വേണ്ടി ഡിവൈഡഡ് ബൈ 12 ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും? 22,000 എന്ന് കിട്ടും. അതാണ് അതിൻ്റെ ആൻസർ. ഈ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. ഇനിയും ഇത് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാം, എനിക്കൊരു കുഴപ്പമില്ല. അപ്പം അത് ഓക്കെ ആയി. ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം നേരത്തെ നമ്മൾ പഠിച്ചപ്പോഴും പ്രോബ്ലം പഠിക്കുന്നതിന് മുമ്പേ കുറച്ച് ടേംസിൻ്റെ മീനിങ് പഠിച്ചായിരുന്നു. അതുപോലെ നമ്മൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പ്രോബ്ലത്തിൻ്റെ ബാക്കിയാണ് പഠിക്കുന്നത്. ബാക്കിയായിട്ട് നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് പഠിക്കുന്നത്. സോ അതിൻ്റെയും മീനിങ് ആദ്യം പഠിച്ചാലേ നമുക്കതും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന മീനിങ് അൺറിയലൈസ്ഡ് റെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്. അൺറിയലൈസ്ഡ് റെൻറ്റ് can be deducted from the actual rent if the owner could not realize the rent even after taking genuine steps to recover the amount. എന്താണ് അൺറിയലൈസ്ഡ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? റിയലൈസ് ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? റിയലൈസ് ചെയ്യാന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ സാധനത്തിൽ നമുക്ക് എന്തെങ്കിലും കിട്ടിയെന്നാണ്. അൺറിയലൈസ് എന്ന് വെച്ചാൽ നമുക്കത് കിട്ടിയില്ല എന്നാണ് അതിൻ്റെ മീനിങ്. സോ അൺറിയലൈസ്ഡ് റെൻ്റ് എന്ന് വെച്ചാൽ നമുക്ക് കിട്ടാതെ പോയ റെൻറ്റ്. അതായത് നമ്മുടെ വാടകക്കാരൻ നമുക്ക് തന്നില്ല, റെൻറ്റിൻ്റെ കാശ് അയാൾ തന്നില്ല, അയാൾ മുങ്ങി, കാശും കൊണ്ട് മുങ്ങി, നമുക്ക് തന്നില്ല. സോ അൺറിയലൈസ്ഡ് റെൻ്റ് ഉണ്ടെങ്കിൽ, അതായത് നമുക്ക് കാശ് കിട്ടാതെ പോയെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. എന്തിൽ നിന്ന്? ആക്ച്വൽ റെൻറ്റിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാം. കണ്ടോ?
ക്യാൻ ബി ഡിഡക്റ്റഡ് ഫ്രം ദ ആക്ച്വൽ റെൻറ്റ്. സോ ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ എന്ത് വരും? അൺറിയലൈസ്ഡ് റെൻറ്റ് വരും. അതായത് നിങ്ങൾക്ക് 50,000 ആണ് റെൻറ്റ് കിട്ടാനുള്ളത്, പക്ഷേ 25,000 അൺറിയലൈസ്ഡ് ആയി പോയെന്ന് പറയും. അതായത് നിങ്ങൾക്ക് 25,000 വാടകക്കാരൻ കാശ് തന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 50,000 നിന്ന് 25,000 ലെസ് ചെയ്യണം. ഓക്കെ, അത് നമ്മൾ കമ്പ്യൂട്ടേഷനൊക്കെ ഇനി അടുത്ത ഒരു സ്ലൈഡിൽ കാണാം, പറഞ്ഞു തരാം. സോ എനിവേ അൺറിയലൈസ്ഡ് റെൻ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം കിട്ടാതെ പോയ കാശെന്നാണ്. സോ അങ്ങനെ ഒരു റെൻ്റ് എമൗണ്ട് ഉണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഡിഡക്റ്റഡ് ഫ്രം ദ ആക്ച്വൽ റെൻറ്റ്. ഇനി അൺറിയലൈസ്ഡ് റെൻറ്റ് കിട്ടണമെങ്കിലും അതിന് കുറച്ച് കണ്ടീഷനുണ്ട്. അതായത് ജസ്റ്റ് ചുമ്മാ എനിക്ക് വാടകക്കാരൻ കാശ് തന്നില്ല എന്ന് വായാ പറഞ്ഞാൽ പോരാ. അതായത് കാശ് ചിലപ്പോൾ തന്നിട്ടുണ്ടാവും, ചിലപ്പം ഓണർ കള്ളത്തരം പറയുന്നതായിരിക്കും വാടകക്കാരൻ കാശ് തന്നില്ലെന്നൊക്കെ. അപ്പം അങ്ങനൊന്നും പറയാൻ പറ്റത്തില്ല. അതിന് കുറച്ച് കണ്ടീഷനുണ്ട്. അത് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അതിനെ അൺറിയലൈസ്ഡ് റെൻ്റ് അല്ലെ കിട്ടാത്ത കടമായിട്ടല്ലേ കിട്ടാത്ത റെൻ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യത്തുള്ളൂ. ആ കണ്ടീഷൻസ് ഏതൊക്കെയെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ദ ടെനൻസി ഈസ് ജെനുവിൻ ഓർ ബോണഫൈഡ്. അതായത് ഫസ്റ്റ് ഈ ഒരു ഓണറും ടെനൻറ്റും അല്ലെങ്കിൽ ഈ ഒരു ഈ വീടിൻ്റെ ഓണറും അതുപോലെ വാടകക്കാരനും തമ്മിലുള്ള ഒരു അഗ്രിമെൻ്റ് കാണും. ആ അഗ്രിമെൻ്റ് ജെനുവിൻ ആയിരിക്കണം. അതായത് അത് ലീഗലി നമുക്കത് കേസിന് പോകാൻ പറ്റുന്ന അല്ലെങ്കിൽ ലീഗലി ഫയൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതായിരിക്കും, ഒരു കോൺട്രാക്റ്റ് ആയിരിക്കണം ഇവർ തമ്മിലുള്ളത്. രണ്ടാമത്തത്, ദ ഡീഫോൾട്ടിംഗ് ടെനൻറ്റ് ഹാസ് വെക്കേറ്റഡ് or steps have been taken to compel him to vacate the property. സോ രണ്ടാമത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഡീഫോൾട്ടിംഗ് ടെനൻറ്റ്. ഡീഫോൾട്ടിംഗ് എന്ന് വെച്ചാൽ തെറ്റ് ചെയ്ത വ്യക്തി എന്നാണ്. അപ്പോൾ തെറ്റ് ചെയ്ത വാടകക്കാരൻ അയാളെ ഒഴിപ്പിക്കാൻ ഉള്ള ശ്രമം നടത്തിയിരിക്കണം, അല്ലെങ്കിൽ അയാളെ ഒഴിപ്പിച്ചിരിക്കണം. ആ പ്രോപ്പർട്ടിയിൽ നിന്ന് ഒന്നുകിൽ അയാളെ വെക്കേറ്റ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ വെക്കേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സ്, അതായത് പോലീസിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്യുക, അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കണം. ദെൻ മൂന്നാമത്തത്, ദ ഡീഫോൾട്ട് ടെനൻറ്റ് ഈസ് നോട്ട് ഓക്യുപ്പൈങ് എനി അതർ പ്രോപ്പർട്ടി ഓഫ് ദ അസസി. അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. അതായത് ഇപ്പം ഈ വാടകക്കാരൻ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിൽ നിന്ന് മാത്രം പുറത്താക്കിയാൽ പോരാ, ഇനി ഈ വാടകക്കാരൻ വേറെ ഏതെങ്കിലുമൊക്കെ പ്രോപ്പർട്ടിയിൽ നിൽക്കുന്നോ താമസമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അയാൾക്ക് അതുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടെങ്കിൽ അവിടുന്ന് അയാളെ വെക്കേറ്റ് ചെയ്തിരിക്കണം. അതായത് ഈ ഓണറുമായിട്ട് വേറൊരു റിലേഷനും പാടില്ല, മൊത്തത്തിൽ അയാളെ വെക്കേറ്റ് ചെയ്തിരിക്കണം. നാലാമത്തെ റൂൾ എന്ന് പറയുന്നത്, ദ അസസി ഹാസ് ടേക്കൺ ഓൾ റീസണബിൾ സ്റ്റെപ്സ് ടു ലീഗലി പ്രൊസീഡ് അഗെയിൻസ്റ്റ് ദ ഡീഫോൾട്ടിംഗ് ടെനൻറ്റ് ടു റിക്കവർ ദ അൺപെയ്ഡ് റെൻറ്റ് ഓർ സാറ്റിസ്ഫൈ ദ അസസിംഗ് ഓഫീസർ ദാറ്റ് ലീഗൽ പ്രൊസീഡിങ്സ് വുഡ് ബി യൂസ്ലെസ്. അതായത് ഇവിടെ നമ്മൾ അസസിന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്ന ആരെയാണ്? അസസി എന്ന് വെച്ചാൽ ആരാണെന്ന് ഞാൻ പറഞ്ഞു, ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു. അസസി എന്ന് വെച്ചാൽ ഇൻകം ടാക്സ് അടയ്ക്കുന്ന വ്യക്തി എന്നേ ഉള്ളൂ അതിൻ്റെ മീനിങ്. അപ്പം നമ്മുടെ കണ്ണിൽ ഇൻകം ടാക്സ് അടയ്ക്കുന്നത് ആരാണ്? ഇൻകം കിട്ടുന്ന ആളാണ് ഇൻകം ടാക്സ് അടയ്ക്കുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു കേസിൽ ആർക്കാണ് ഇൻകം കിട്ടുന്നത്? ഓണറിന്, വീടിൻ്റെ ഓണർ. ഇവിടെ അസസിന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓണറിനാണ്. സോ ഓണറിന് ദ അസസി ഹാസ് ടേക്കൺ ഓൾ റീസണബിൾ സ്റ്റെപ്സ് ടു ലീഗലി പ്രൊസീഡ്. അപ്പം അസസി ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഓണർ അയാൾക്ക് പറ്റുന്ന രീതിയിലെല്ലാം ലീഗലായിട്ട് പ്രൊസീഡ് ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളും ചെയ്യണം. അതായത് പോലീസിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ബാങ്കിലാണ് കാശ് വരുന്നതെങ്കിൽ ഇപ്പം ബില്ലായിട്ടാണ് തന്നെങ്കിൽ ബില്ല് കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ചെക്കായിട്ട് തന്നെങ്കിൽ ചെക്ക് കിട്ടിയില്ല, ചെക്കിൻ്റെ എമൗണ്ട് കിട്ടിയില്ലെങ്കിൽ അതെല്ലാം ബാങ്കിനെ അറിയിക്കുകയും അതുപോലെയുള്ള നടപടികളെല്ലാം ഓണർ ചെയ്തിരിക്കണം. ഇനി ഇൻ കേസ് അയാൾക്ക് റീസണബിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് എടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ലീഗലായിട്ട് അയാൾക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതും അസസിങ് ഓഫീസറിനെ ബോധ്യപ്പെടുത്തിയിരിക്കണം. അസസിങ് ഓഫീസർ എന്ന് വെച്ചാൽ നമ്മുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഓഫീസർ എന്നാണ്. അപ്പോൾ അസസിങ് ഓഫീസർ വന്ന് ചോദിക്കും, നിങ്ങളോട് ആര് പറഞ്ഞിട്ടാണ് ഈ അൺറിയലൈസ്ഡ് റെൻ്റ് എന്നൊക്കെ പറഞ്ഞ് വരുമാനത്തിൽ നിന്ന് കുറച്ചേക്കുന്നതെന്ന് ചോദിക്കും. അന്നേരം ഓണർ പറയണം, ഓണറിന് കാണിക്കാൻ പ്രൂഫ്, എവിഡൻസ് ഉണ്ടായിരിക്കണം. അതായത് ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തു, അയാൾ മനഃപൂർവ്വം കാശ് തരാതെ മുങ്ങിയതാണ്, ഞാൻ ലീഗലായിട്ട് പോലീസിന് പോയി കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്, കേസെല്ലാം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, കോർട്ടിൽ പോയി ഫയൽ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് പേപ്പേഴ്സ് എല്ലാം കറക്റ്റായിട്ട് അസസിങ് ഓഫീസറിനെ കാണിക്കണം. അല്ലെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റാത്തതോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ അതിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതും അസസിങ് ഓഫീസറിനെ ബോധ്യപ്പെടുത്താനുള്ള കഴിവ് ഈ ഓണറിനുണ്ടായിരിക്കണം. ഈ 4 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് അൺറിയലൈസ്ഡ് റെൻറ്റ് എന്ന് പറയുന്ന എമൗണ്ട് ആക്ച്വൽ റെൻറ്റിൽ നിന്ന് മൈനസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ 4 കണ്ടീഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടും പഠിക്കണം. ഇത് ഞാനിവിടെ ചേർത്തില്ല, നിങ്ങൾ അതും കൂടെ ചേർത്ത് പഠിക്കണം. റൂൾ 4, ഓക്കെ, റൂൾ 4 ഇൻകം ടാക്സ് ആക്ടിൻ്റെ റൂൾ 4 ഈ കംപ്ലീറ്റ് കണ്ടീഷൻസും എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്.
ഈ 4 കണ്ടീഷൻസും റൂൾ 4-ലാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. നിങ്ങൾക്ക് അത് ഓർക്കാനും എളുപ്പമാണ്, കാരണം റൂൾ 4 തന്നെയാണ് 4 കണ്ടീഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ചോദിക്കും, 2 മാർക്ക് ഓർ 4 മാർക്സ് ഉറപ്പാണ്. എല്ലാ സെമ്മിലും ചോദിച്ചിട്ടുണ്ട്, എല്ലാ വർഷവും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അൺറിയലൈസ്ഡ് റെൻറ്റ് ഓക്കെ ആണല്ലോ. സോ നമ്മൾ അതെന്താ ചെയ്യേണ്ടത്? ആക്ച്വൽ റെൻറ്റിൽ നിന്ന് മൈനസ് ചെയ്യേണ്ട സാധനമാണ്. അപ്പം ഒരെണ്ണം കഴിഞ്ഞു. ഇനി അടുത്തത് എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ ദ ഓണർ. ഇപ്പം the owner of the property may agree to provide some other facilities to tenant like water pump, electricity, lift, gardener, parking facility എന്നാണ്. പെയറിംഗിനായിപ്പോയി, സോറി, പാർക്കിംഗ് എന്നാണ്. പാർക്കിംഗ് ഫെസിലിറ്റി, parking facility, etc. Expenses incurred by the owner of the property for providing such facilities other than capital expenditure can be deducted from the rent received to determine the actual rent. ഓക്കെ, അത് കംപ്ലീറ്റ് അങ്ങ് ഒറ്റയടിക്ക് വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാവത്തില്ല. സംഭവം എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ ദ ഓണർ, അതായത് ഓണർ ചിലപ്പം വീട് വാടകയ്ക്ക് കൊടുക്കുമ്പം അഡീഷണൽ ആയിട്ട് വേറെ എന്തെങ്കിലും ഫെസിലിറ്റീസോ അല്ലെങ്കിൽ എന്തെങ്കിലും സൗകര്യങ്ങളും കൂടെ ഈ വാടകക്കാരന് ചെയ്തു കൊടുക്കാം. അപ്പം അതിന് എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞത്. എന്തൊക്കെ? വാട്ടർ പമ്പ്, വെള്ളം പമ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊരു സൗകര്യം. ഇലക്ട്രിസിറ്റി സാധാരണ വാടകക്കാരൻ തന്നെയാണ് അതിൻ്റെ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കുന്നത്. ചില കേസിൽ ഓണർ തന്നെ ഇലക്ട്രിസിറ്റി ബില്ലങ്ങ് അടയ്ക്കും, വാടകക്കാരനോട് അടയ്ക്കണ്ടെന്ന് പറയും. അത് ഓണർ കൊടുക്കുന്ന ഒരു സൗകര്യം, ഒരു ഫെസിലിറ്റി പോലെ. പിന്നെ ലിഫ്റ്റ്, ഭയങ്കര മാൻഷൻ അല്ലെങ്കിൽ ഭയങ്കര ഒരു വീടൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിലൊരു ലിഫ്റ്റ് കാണും. ദെൻ ഗാർഡനർ, ഇപ്പം വലിയ വീടൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ ഗാർഡനൊക്കെ ഉണ്ടെങ്കിൽ ഗാർഡൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരു ഗാർഡനർ എന്ന് വെച്ചാൽ ഗാർഡനിലെ പണിയെടുക്കുന്ന വ്യക്തി. ആ വ്യക്തിയെ വല്ല നിർത്തി ഓണർ തന്നെ അയാളുടെ ചിലവ് കംപ്ലീറ്റ് നോക്കുവാണെങ്കിൽ അങ്ങനത്തെ ചിലവ് അത്. പിന്നെ പാർക്കിംഗ് ഫെസിലിറ്റി, അത് മിക്ക വാടക വീട്ടിലും പാർക്കിംഗ് ഫെസിലിറ്റിയും കൂടെ കാണും. സോ ഇങ്ങനത്തെ ഇതിനെല്ലാം നമ്മൾ അഡീഷണൽ ഫെസിലിറ്റി ആയിട്ടാണ് കാണുന്നത്. കാരണം നമ്മൾ റെൻറ്റിന് ഒരു പ്രോപ്പർട്ടി കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിലൊരു വീടും പിന്നെ കുറച്ച് ലാൻഡും എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. പക്ഷേ അത് കൂടാതെ പാർക്കിംഗ് ഫെസിലിറ്റി അല്ലെങ്കിൽ ഇതുപോലെ ലൈറ്റിങ്ങും ചിലപ്പോൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും. അതായത് സ്റ്റെപ്സിലൊക്കെ ലൈറ്റിംഗ് വെച്ച് കൊടുക്കും, അല്ലെങ്കിൽ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ലൈറ്റിംഗ് അറേഞ്ച് ചെയ്ത് കൊടുക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് അതൊക്കെ അഡീഷണൽ ഫെസിലിറ്റി ആയിട്ട് എടുക്കും. അങ്ങനെ അഡീഷണൽ ഫെസിലിറ്റി ചെയ്യുമ്പം ഓണറിനുണ്ടാവുന്ന എക്സ്പെൻസ്, ഓണറിനാണല്ലോ എക്സ്പെൻസ് ഉണ്ടാവുന്നത്, ഓണറല്ലേ ഫെസിലിറ്റി അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അത് എവിടെ നിന്ന് ഡിഡക്റ്റ് ചെയ്യാം? ആക്ച്വൽ റെൻറ്റിൽ നിന്ന് അതും ഡിഡക്റ്റ് ചെയ്യാം. അതായത് നമ്മൾ വാങ്ങുന്ന വാടക കാശിൽ നിന്ന് അതത്ര എക്സ്പെൻസ് ആയി എന്ന് കാണിച്ച് നമുക്ക് കുറയ്ക്കാം. അതായത് അത്രയും വരുമാനം ശരിക്കും ഓണറിന് കിട്ടിയില്ല, കാരണം ആ ഓണർ കാശെല്ലാം എന്തിനുപയോഗിച്ചു? ഈ വാടകക്കാരന് സൗകര്യങ്ങൾ കിട്ടാൻ വേണ്ടി, അഡീഷണൽ സൗകര്യം കിട്ടാൻ വേണ്ടി ഉപയോഗിച്ചു എന്ന് കാണിച്ചുകൊണ്ട് നമുക്കത് വേണമെങ്കിൽ ആക്ച്വൽ റെൻറ്റിൽ നിന്ന് കുറയ്ക്കാം. അതിന് ഒരു കാര്യം, ഒരു സെൻറ്റൻസ് രണ്ടാമത് എടുത്ത് പറയുന്നുണ്ട്. എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ ദ ഓണർ ഓഫ് ദ പ്രോപ്പർട്ടി ഫോർ പ്രൊവൈഡിങ് സച്ച് ഫെസിലിറ്റീസ് അതർ ദാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ക്യാൻ ബി ഡിഡക്റ്റഡ് ഫ്രം ദ റെൻറ്റ്. അതായത് ഇപ്പം ക്യാപിറ്റൽ നേച്ചറിൽ എക്സ്പെൻസ് ഉണ്ട്, റവന്യൂ നേച്ചറിൽ എക്സ്പെൻസ് ഉണ്ട്. നിങ്ങൾ അക്കൗണ്ടിങ്ങിൽ അത് പഠിക്കുന്നതാണ്. ഇത് തമ്മിൽ എങ്ങനെ തിരിച്ചറിയും? ഇപ്പോൾ ഉദാഹരണത്തിന് വാട്ടർ പമ്പ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, പൈപ്പിംഗ് ഫെസിലിറ്റി അറേഞ്ച് ചെയ്ത് കൊടുക്കുക. വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് പൈപ്പിംഗ് ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമുക്കറിയാം വാട്ടറിന് എല്ലാ മാസവും വാട്ടർ ബില്ല് വരും. ഈ ബില്ല് ആരാ ശരിക്കും അടയ്ക്കേണ്ടത്? ശരിക്കും ടെനൻ്റ് അല്ലെ വാടകക്കാരനാണ് അടയ്ക്കേണ്ടത്. കാരണം ഈ സൗകര്യങ്ങളെല്ലാം ആരാണ് ഉപയോഗിച്ചത്? വാടകക്കാരൻ സ്വന്തമായിട്ട് ഉപയോഗിച്ചതല്ലേ. അപ്പോൾ സ്വന്തമായിട്ട് ഉപയോഗിക്കുന്നതിനെല്ലാം സ്വന്തമായിട്ട് തന്നെ കാശ് പേയ്മെൻറ്റ് നടത്തണം എന്നാണ്. അപ്പം ചിലപ്പം ഓണർ ഒരു ഫെസിലിറ്റി പോലെ കൊടുക്കും, കുഴപ്പമില്ല, നിങ്ങൾ വാട്ടർ എത്ര വേണോ ഉപയോഗിച്ചോ അതിൻ്റെ കാശ് ഓണറായ ഞാൻ തന്നെ കൊടുത്തേക്കാം എന്നങ്ങ് പറയും. എന്നിട്ട് റെൻറ്റിൻ്റെ കൂടെ ചിലപ്പോൾ അത് കൂട്ടി മേടിക്കുമായിരിക്കും. എനിവേ അയാൾ അങ്ങനെ പറയും. അതേസമയം അവിടെ ഒരു എന്തെങ്കിലും പുതിയതായിട്ടൊരു പൈപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുകയാണെന്ന് വെച്ചോ. ഈ ഓണർ പുതിയതായിട്ടൊരു പൈപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ പൈപ്പ് ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിനുണ്ടാവുന്ന കാശിനെ നമ്മൾ എന്തെന്നാണ് പറയണേ? നമ്മൾ ആദ്യമായിട്ട് ഒരു അസറ്റ് വാങ്ങുമ്പം അതിനുണ്ടാവുന്ന എക്സ്പെൻസിനെ നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻസ് എന്നാണ് പറയുന്നത്. അതായത് അതിൻ്റെ കോസ്റ്റായിട്ടാണ് നമ്മൾ ആ എക്സ്പെൻസിനെ കാണുന്നത്.
മനസ്സിലായോ? നമ്മളിപ്പോൾ ഒരു അസറ്റ്, ഒരു കാറ് നമ്മൾ വാങ്ങുവാണെങ്കിൽ അതിന് കൊടുക്കുന്ന കാശ്, ഇപ്പോൾ 3 ലക്ഷം രൂപയുടെ ഒരു കാറ് വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്യാപിറ്റൽ കോസ്റ്റ്, നമ്മൾ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കോസ്റ്റ് എന്താണ്, അതാണ് അതിൻ്റെ ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അഡീഷണൽ ആയിട്ട് വരുന്ന കോസ്റ്റിനെല്ലാം നമ്മൾ റവന്യൂ നേച്ചറിലാണ് കൺസിഡർ ചെയ്യുന്നത്. സോ അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുകയൊക്കെ ആണെങ്കിൽ അതൊന്നും നമ്മൾ ഡിഡക്ഷനെ എടുക്കത്തില്ല. കാരണം എന്തുകൊണ്ടാണ്? ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് വാടകക്കാരന് അതിൽ നിന്ന് ഓൺ ദ സ്പോട്ട് ബെനിഫിറ്റ് ഒന്നും കിട്ടുന്നില്ല. ഇപ്പോൾ പൈപ്പ് ആദ്യമായിട്ട് കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്തപ്പം ആ പൈപ്പിന് ചിലപ്പോൾ ഒരു 1000 രൂപയായെന്ന് വെച്ചു. അപ്പോൾ 1000 രൂപയ്ക്ക് പൈപ്പ് കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് ബെനിഫിറ്റ് എന്തെങ്കിലും പെട്ടെന്ന് കിട്ടുന്നുണ്ടോ ടെനന്റിന്? ഇല്ല. ഇനി ആ പൈപ്പിൽ നിന്ന് വെള്ളം തുറന്ന് വെള്ളം എടുത്ത് ഉപയോഗിച്ച് കഴിയുമ്പോഴല്ലേ ടെനന്റിന് ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പം അങ്ങനെ വെള്ളം തുറന്ന് പൈപ്പിൽ നിന്ന് ആ വെള്ളം എടുത്ത് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഒരു കോസ്റ്റ് വരില്ലേ, എന്ത്, വാട്ടർ ബില്ല്. ആ വാട്ടർ ബില്ലൊക്കെ ഓണർ കൊടുത്തു കഴിഞ്ഞാൽ ഓണറിനത് ഡിഡക്റ്റ് ചെയ്യാം. അല്ലാതെ ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന കോസ്റ്റ് ഡിഡക്റ്റ് ചെയ്യില്ല. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും തീർന്നു. ഇനി അടുത്തത് ഹൗസ് റിമൈനിങ് വേക്കൻറ്റ് ഡ്യൂറിങ് ദ PY. PY എന്ന് വെച്ചാൽ എന്താണ്? പ്രീവിയസ് ഇയർ എന്നാണ്. അപ്പോൾ നിങ്ങൾക്കിനിയും 1 മാർക്കിനാണെങ്കിലും ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത് വട്ട് യു മീൻ ബൈ PY, വട്ട് യു മീൻ ബൈ AY, അങ്ങനെയൊക്കെ ആയിരിക്കും. PY എന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ, AY എന്ന് വെച്ചാൽ അസസ്മെൻറ്റ് ഇയർ. ഇപ്പോൾ ഷോർട്ട് ഫോമും കൂടെ അറിഞ്ഞിരിക്കുക. സോ ഹൗസ് റിമൈനിങ് വേക്കൻറ്റ് ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. അപ്പം അത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രീവിയസ് ഇയറിൽ വേക്കൻ്റായി കിടക്കുകയാണ്. അതായത് വാടകക്കാരൻ ഒഴിഞ്ഞു പോയെന്ന് വെച്ചോ, പുതിയ വാടകക്കാരനെ എടുക്കുന്നത്, അങ്ങനെയാണ്. അല്ലാതെ വാടകക്കാരൻ കാശ് തരാതെ വേക്കൻ്റായിട്ട് ഇട്ടിട്ട് പോയെന്നല്ല. നമ്മൾ വാടകക്കാരൻ വീട്ടിൽ താമസിച്ചാലും ഇല്ലെങ്കിലും വാടക കരാറുണ്ടെങ്കിൽ എന്ത് കിട്ടണം? റെൻറ്റ് കിട്ടണം എന്നാണ്. വാടകക്കാരൻ എവിടെ വേണോ പോവാം. വാടകയ്ക്കൊരു വീടെടുത്തിട്ട് അയാൾ വേറെ വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ അതിൽ ഓണറിനൊരു ഉത്തരവാദിത്വം ഇല്ല. ഓണറുമായിട്ടൊരു എഗ്രിമെൻ്റ്, ഒരു ഡീല് വെച്ചിട്ടുണ്ടെങ്കിൽ വാടകക്കാരൻ അവിടെ താമസിച്ചാലും ഇല്ലെങ്കിലും, ഇനി വേറെ ആരെങ്കിലും കൊണ്ടുവന്ന് താമസിച്ചാലും ഇല്ലെങ്കിലും വാടക കാശ് കൃത്യമായിട്ട് കൊടുക്കണം. ഇനി ഈ വാടകക്കാരൻ ഒഴിഞ്ഞു പോവുകയാണെന്ന് വെച്ചോ, അതായത് അഗ്രിമെൻ്റ് എല്ലാം തീർന്നു, അയാൾ വേറെ വീട്ടിലേക്ക് മാറി താമസിക്കാൻ പോവാണ്. സോ ഓണറുമായിട്ട് എഗ്രിമെൻ്റ് എല്ലാം ക്യാൻസൽ ചെയ്തു. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഓണറിന് ഉടനെ അടുത്തൊരു വാടകക്കാരനെ കിട്ടത്തില്ല. ചിലപ്പോൾ ഒരു 3-4 മാസം വേക്കൻ്റായിട്ട് കിടക്കും. ഇതാണ് വേക്കൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ വേക്കൻസി ഉണ്ടാവുകയാണെങ്കിൽ ഇൻ ദ കേസ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി റിമെയിൻസ് വേക്കൻറ്റ്, അത് 2 രീതിയിലാണ് പറയുന്നത്. ഫോർ ദ ഹോൾ ഇയർ, അതായത് മുഴുവൻ പ്രീവിയസ് ഇയറിൽ നമുക്കൊരു പുതിയ വാടകക്കാരനെ കിട്ടിയേയില്ല. അങ്ങനെയെങ്കിൽ അതിൻ്റെ ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് നിൽ ആയിരിക്കും, അതായത് 0 ആയിരിക്കും. എങ്ങനെയാണ്? കഴിഞ്ഞൊരു വർഷം നമ്മൾ ഫുള്ള് വെയിറ്റ് ചെയ്തു. ഫുള്ളെന്ന് പറഞ്ഞാൽ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ, അതാണ് ഹോൾ ഇയർ എന്ന് പറയുന്നത്. അപ്പം ഈ ഹോൾ ഇയറിൽ ഫുള്ള് വേക്കൻ്റായി കിടന്നു, ആരും വാടകയ്ക്ക് താമസിക്കാൻ വന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആനുവൽ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പം നിങ്ങൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ആനുവൽ വാല്യൂ ഉടനെ 0 എന്നങ്ങ് എഴുതിയാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട അവിടെ. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഫോർ എ പാർട്ട് ഓഫ് ദ ഇയർ, അതായത് വേക്കൻസി എന്ന് പറയുന്നത് കുറച്ച് നാളത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ, നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല എത്ര നാളെന്ന്, എന്നാലും കുറച്ച് നാളത്തേക്ക് വേക്കൻ്റായി കിടക്കുകയാണെങ്കിൽ ആക്ച്വൽ റെൻറ്റ് റിസീവ്ഡ് ഓർ റിസീവബിൾ ആഫ്റ്റർ കൺസിഡറിങ് ദ ലോസ് ഡ്യൂ ടു വേക്കൻസി, അതായിരിക്കും ഗ്രോസ് ആനുവൽ വാല്യൂ. എന്താണ്? കുറച്ച് നാളത്തേക്ക് മാത്രമാണ് വേക്കൻ്റായി കിടക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടിയ ആക്ച്വൽ റെൻറ്റിൽ നിന്ന് ഈ ലോസ് ഡ്യൂ ടു വേക്കൻസി, അതായത് വേക്കൻസി കാരണം ഉണ്ടായ ലോസ് മൈനസ് ചെയ്ത് കഴിയുന്ന ആ ഒരു പർട്ടിക്കുലർ വാല്യൂവിനെ ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് എടുക്കുകയുള്ളൂ. ഈ ഒരു പർട്ടിക്കുലർ എന്താ പറയുന്നത്, ആ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷൻ ചെയ്യുമ്പോൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. സോ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും കൂടെ ഉള്ളൂ. ഇനി നമ്മൾ അതിൻ്റെ ഈ പറഞ്ഞ അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം കംപ്ലീറ്റ് നമ്മൾ ഫുൾ വരുന്ന രീതിയിലുള്ള ഒരു ഫോർമാറ്റാണിത്. നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഈ ഒരു ഫോർമാറ്റ് നല്ല വൃത്തിയായിട്ട് എഴുതി വെച്ചേക്കണം. നമ്മളിത് ഓൾറെഡി പഠിച്ച കുറച്ച് കാര്യങ്ങളും ഉണ്ട്, ഇപ്പോൾ പഠിച്ച അഡ്ജസ്റ്റ്മെൻറ്റ് കൂടെ വന്നു കഴിയുമ്പോൾ കുറച്ച് വ്യത്യാസം വരും. ആ വ്യത്യാസം കൂടെ ചേർത്തിട്ടാണ് കംപ്ലീറ്റ് ആ ഒരു ഫോർമാറ്റ് നിങ്ങൾക്കിപ്പോൾ ഞാൻ ഈ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ കമ്പ്യൂട്ടേഷൻ ഓഫ് ആനുവൽ വാല്യൂ. ഫസ്റ്റ് നിങ്ങൾക്കറിയാം എന്ത്, ഫെയർ റെൻ്റൽ വാല്യൂ എഴുതണം, മുനിസിപ്പൽ വാല്യൂ എഴുതണം, അത് തമ്മിൽ കമ്പയർ ചെയ്യണം, വിച്ച് എവർ ഈസ് ഹയർ, അതിനൊന്നും മാറ്റമില്ല, അതൊക്കെ അങ്ങനെ തന്നെ. അടുത്ത എന്തുമായിട്ട് കമ്പയർ ചെയ്യും? സ്റ്റാൻഡേർഡ് റെൻറ്റ്, അതിനും മാറ്റമില്ല. അങ്ങനെ വിച്ച് എവർ ഈസ് ഹയറും സ്റ്റാൻഡേർഡ് റെൻറ്റോട് കമ്പയർ ചെയ്ത് വിച്ച് എവർ ഈസ് ലോവർ എടുക്കും, അതിനെ നമ്മൾ എക്സ്പെക്റ്റഡ് റെൻ്റ് എന്നും വിളിക്കും. അവിടെ വരെ ഒരു വ്യത്യാസവും ഇല്ല, അതുവരെ സെയിം. ഇനി നമ്മൾ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്യാൻ പോകുന്നത്? ആക്ച്വൽ റെൻറ്റുമായിട്ടാണ് കമ്പയർ ചെയ്യാൻ പോകുന്നത്. ആ ആക്ച്വൽ റെൻറ്റിലാണ്
ഇനി നിങ്ങൾക്ക് വ്യത്യാസം ചെറുതായിട്ട് വരാൻ പോകുന്നത്. വ്യത്യാസം വേറൊന്നുമില്ല. ക്വസ്റ്റ്യനിലെ ആക്ച്വൽ റെൻറ്റ് തന്നിട്ടുണ്ടാവും. അത് നിങ്ങളിനി ഇവിടെ കൊണ്ടുവന്ന് എഴുതി വെക്കൽ, അതായത് മെയിൻ എമൗണ്ട് ആയിട്ട് കാണിക്കരുത്. പകരം ആക്ച്വൽ റെൻറ്റിൻ്റെ എമൗണ്ട് പർട്ടിക്കുലേഴ്സിൻ്റെ അകത്ത് തന്നെ അവിടെ തന്നെ ഉള്ളിൽ തന്നെ ഒതുങ്ങുന്ന രീതിയിൽ എഴുതണം. എന്നിട്ട് അതിൽ നിന്ന് 2 എമൗണ്ട് മൈനസ് ചെയ്യണം. ഒന്ന് അൺറിയലൈസ്ഡ് റെൻറ്റ്, അത് നമ്മൾ കണ്ടു, ഞാൻ പറഞ്ഞായിരുന്നു. വാടക കാശ് കിട്ടാതെ പോയ കാശിനെയാണ് നമ്മൾ അൺറിയലൈസ്ഡ് റെൻ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു എമൗണ്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ, അൺറിയലൈസ്ഡ് റെൻ്റ് എന്ന് തന്നെ തരും, അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ അത് ആക്ച്വൽ റെൻറ്റിൽ നിന്ന് മൈനസ് ചെയ്യണം. അതുപോലെ എക്സ്പെൻസസ് മെറ്റ് ബൈ ദ ഓണർ, ഇതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എന്തൊക്കെ എക്സ്പെൻസ് ആയിരുന്നു. പാർക്കിംഗ് ഫെസിലിറ്റി, ലൈറ്റിംഗ് ഫെസിലിറ്റി, പ്ലംബിംഗ് അല്ലെങ്കിൽ ഗാർഡനറിന് വെച്ച് കൊടുക്കുന്നു, അങ്ങനെയൊക്കെ ഉള്ള ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പെൻസസ് ഓണറിന് ഉണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എക്സ്പെൻസസിൻ്റെ എമൗണ്ട് എന്ത് ചെയ്യണം? ലെസ് ചെയ്യാൻ എടുക്കണം. അങ്ങനെ ഈ 2 എമൗണ്ടും ആക്ച്വൽ റെൻറ്റിൽ നിന്ന് ലെസ് ചെയ്തതിന് ശേഷം കിട്ടുന്ന എമൗണ്ട് മാത്രമേ ഇവിടെ കാണിക്കാവൂ. ഓക്കെ ആണല്ലോ? ആക്ച്വൽ റെൻറ്റിന് മാത്രമാണ് ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വന്നത്. ഒന്ന് അൺറിയലൈസ്ഡ് റെൻറ്റ് ക്വസ്റ്റ്യനിലുണ്ടെങ്കിൽ അതും ലെസ് ചെയ്യണം. എക്സ്പെൻസസ് മെറ്റ് ബൈ ദ ഓണർ ക്വസ്റ്റ്യനിലുണ്ടെങ്കിൽ മാത്രം അതും ലെസ് ചെയ്യണം. അങ്ങനെ ലെസ് ചെയ്തതിന് ശേഷം കിട്ടുന്ന എമൗണ്ട് വേണം ഇനി നിങ്ങൾ ഈ മെയിൻ എമൗണ്ട് കോളത്തിൽ കാണിക്കാൻ. എന്നിട്ട് വേണം നിങ്ങൾക്ക് കിട്ടിയ എക്സ്പെക്റ്റഡ് റെൻറ്റും ഈ അഡ്ജസ്റ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം കിട്ടിയ ആക്ച്വൽ റെൻറ്റും കൂടെ കമ്പയർ ചെയ്തിട്ട് വിച്ച് എവർ ഈസ് ഹയർ എടുക്കാൻ. ഓക്കെ ആണോ? അതുവരെ ഓക്കെ ആണോ? എന്താ പറഞ്ഞാൽ ആക്ച്വൽ റെൻറ്റിൻ്റെ മെയിൻ എമൗണ്ട് എടുത്ത് വെളിയിൽ എമൗണ്ട് കൊളത്ത് എഴുതരുത്. പകരം അൺറിയലൈസ്ഡ് റെൻറ്റും എക്സ്പെൻസസും കൂടെ മൈനസ് ചെയ്തതിന് ശേഷം മാത്രമേ എമൗണ്ട് വെളിയിൽ കാണിക്കാവൂ. എന്നിട്ട് ബാക്കി നിങ്ങൾ പഴയ ചെയ്യുന്ന പോലെ തന്നെ എക്സ്പെക്റ്റഡ് റെൻറ്റും ഇപ്പം നമ്മൾ എഴുതിയ ആക്ച്വൽ റെൻറ്റിൻ്റെ എമൗണ്ടും കൂടെ കമ്പയർ ചെയ്ത് അതിൻ്റെ ഹയസ്റ്റ് വാല്യൂ എന്ത് ചെയ്യണം? അടുത്ത ഒരു ആൻസർ എന്നുള്ള രീതിയിൽ താഴോട്ട് എഴുതണം. ഇനി നമ്മൾ പഠിച്ചു ആക്ച്വൽ റെൻറ്റും എക്സ്പെക്റ്റഡ് റെൻറ്റൂടെ കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഹയസ്റ്റ് വാല്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചുകൊണ്ടിരുന്നത്? ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് വിളിക്കുന്നത്. പക്ഷേ ഇനി നമുക്ക് ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് വിളിക്കരുത്. എന്തുകൊണ്ടാണെന്നറിയാമോ? ഇനി ഈ കിട്ടുന്ന വാല്യൂവിനെ നമ്മൾ വിച്ച് എവർ ഈസ് ഹയർ എന്ന് തന്നെ കാണിക്കും. എന്നിട്ട് ലോസ് ഡ്യൂ ടു വേക്കൻസി, ഞാൻ പറഞ്ഞല്ലോ വേക്കൻ്റായി കിടക്കുവാണെങ്കിൽ എന്തുണ്ടാകാം? ലോസ് ഉണ്ടാകാം. ആ വേക്കൻ്റായി കിടക്കുന്ന പീരീഡിൽ നമുക്ക് റെൻറ്റ് കിട്ടിയില്ല, അതുകൊണ്ടാണ് അതിനെ ലോസ് എന്ന് വിളിക്കുന്നത്. ആ ലോസ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പം മിക്കവാറും ക്വസ്റ്റ്യനിൽ ഹോൾ ഇയർ വേക്കൻ്റായി കിടന്ന കാര്യം ഒരിക്കലും വരത്തില്ല. എപ്പോഴും പാർട്ട് ഓഫ് ദ ഇയർ, അതായത് 1-2 മാസം വേക്കൻ്റായി കിടന്നു എന്നേ പറയൂ. അപ്പോൾ ആ 1-2 മാസം വേക്കൻ്റായി കിടന്നുകൊണ്ട് നമുക്കുണ്ടായ നഷ്ടം എത്രയാണോ ആ നഷ്ടം വേണം നിങ്ങൾ ഇവിടെ മൈനസ് ചെയ്യാൻ. ഇപ്പം എന്താ ചെയ്യേണ്ടത്? ഈ നമുക്ക് നേരത്തെ കിട്ടിയ ആക്ച്വൽ റെൻറ്റിൻ്റെ വാല്യൂവും വിച്ച് എവർ ഈസ് ഹയറും ആക്ച്വൽ റെൻറ്റിൻ്റെ വാല്യൂയും എക്സ്പെക്റ്റഡ് റെൻറ്റൂടെ കമ്പയർ ചെയ്ത് അതിൽ നിന്ന് വിച്ച് എവർ ഈസ് ഹയർ എഴുതണം. അത് വിച്ച് എവർ ഈസ് ഹയർ എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് എഴുതണം. എന്നിട്ട് അതിൽ നിന്ന് ലോസ് ഡ്യൂ ടു വേക്കൻസി ലെസ് ചെയ്തതിന് ശേഷം കിട്ടുന്ന വാല്യൂവിനെ വേണം ഇനി നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് വിളിക്കാം. ഓക്കെ ആണല്ലോ? എന്നിട്ട് ബാക്കിയെല്ലാം നോർമൽ. ബാക്കി ഗ്രോസ് ആനുവൽ വാല്യൂ ഇനി നമ്മൾ എന്ത് ചെയ്യും? ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 23 പ്രകാരം മുനിസിപ്പൽ ടാക്സ് വെറും മുനിസിപ്പൽ ടാക്സ് അല്ല, മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ദ ഓണർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതങ്ങ് മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആനുവൽ വാല്യൂ കിട്ടും. ബാക്കിയെല്ലാം സെയിം ആണ്. ഇതിൽ വ്യത്യാസം വന്നത് 2 ഇടത്താണ്. ഒന്ന് ആക്ച്വൽ റെൻറ്റിൻ്റെ കേസിലും ഒന്ന് ഗ്രോസ് ആനുവൽ വാല്യൂവിൻ്റെ കേസിലും. അതായത് ആക്ച്വൽ റെൻറ്റിൻ്റെ അവിടെ 2 സംഭവം കൂടെ മൈനസ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളിനി എമൗണ്ട് എഴുതാവൂ. അതുപോലെ ആക്ച്വൽ റെൻറ്റും എക്സ്പെക്റ്റഡ് റെൻറ്റൂടെ കമ്പയർ ചെയ്ത് കിട്ടുന്ന വാല്യൂവിനെ ഇനി നിങ്ങൾ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് വിളിക്കരുത്. പകരം വിച്ച് എവർ ഈസ് ഹയർ എന്ന് തന്നെ എഴുതുക. എന്നിട്ട് അതിൽ നിന്ന് ലോസ് ഡ്യൂ ടു വേക്കൻസി ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്തതിന് ശേഷം ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് എഴുതി കാണിക്കുക. ഇത്രേ ഇതിൻ്റെ അകത്ത് നിങ്ങൾ പഠിക്കുന്നുള്ളൂ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട്. ഇതാണ് ഇതിലെ മാക്സിമം അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയാനുള്ളത്. ആനുവൽ വാല്യൂ വരെ വരാനുള്ള മാക്സിമം അഡ്ജസ്റ്റ്മെൻറ്റ് ഇതാണ്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് പഠിക്കാനുള്ള എന്തേ ഉള്ളൂ? കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഇതാണ് ഇതിൻ്റെ ഒരു ഏകദേശം നിങ്ങൾ 50% പഠിച്ചു. 50 അല്ല, ഒരു 75% പഠിച്ചു എന്ന് പറയാം. ഇനി നിങ്ങൾക്ക് 25% കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മൊഡ്യൂൾ തന്നെ തീർന്നു. ഓക്കെ, സോ ഇത് ശ്രദ്ധിച്ച് പഠിച്ചു വെക്കുക. എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്. വലിയ ഒരു കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഇത് കംപ്ലീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഞാൻ നിങ്ങൾക്ക് ഫോർമാറ്റ് തരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഫോർമാറ്റ് ഒന്നും വേറെ ഒരു ടെക്സ്റ്റിൽ നിന്നും കിട്ടത്തില്ല. അതുകൊണ്ട് ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇത് PDF ആയിട്ട് അയച്ചു തരും. ഇത് സേവ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നോട്ടിൽ എഴുതിയെങ്കിലും വെക്കുക. ഒരു പ്രാവശ്യമൊക്കെ എഴുതുമ്പോഴത്തേക്കും ഇത് മനസ്സിൽ കവർ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എപ്പോഴും ഡയറക്റ്റ് ആയിരിക്കും. സോ നോക്കാം. ഡിറ്റർമൈൻ ദ ആനുവൽ വാല്യൂ ഓഫ് ദ ഹൗസ് ഇൻ ദ ഫോളോയിങ് കേസസ്.
നമുക്ക് എക്സ്പെക്റ്റഡ് റെൻറ്റ് തന്നിട്ടുണ്ട്. എക്സ്പെക്റ്റഡ് റെൻറ്റ് തൊട്ട് തന്നിട്ടുണ്ട്. സോ നിങ്ങൾ മുനിസിപ്പൽ വാല്യൂ, ഫെയർ റെൻ്റൽ വാല്യൂ, വിച്ച് എവർ ഈസ് ഹയർ അതൊന്നും ചെയ്യണ്ട. ഡയറക്റ്റ് എക്സ്പെക്റ്റഡ് റെൻറ്റ് തന്നിട്ടുണ്ട്. ഹൗസ് ലെറ്റ് ഔട്ട് അറ്റ് ₹10,000 പെർ മന്ത്. അതെന്തായിരിക്കും? ആക്ച്വൽ റെൻ്റ് ആയിരിക്കും. ആക്ച്വലി റെൻറ്റിന് കൊടുത്ത എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ഹൗസ് ടാക്സ് പെയ്ഡ് ബൈ ദ ഓണർ ₹9,000. 10% മുനിസിപ്പൽ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മുനിസിപ്പൽ വാല്യൂ എത്രയും നമുക്ക് അറിഞ്ഞുകൂടാ. അതിൻ്റെ 10% എന്ത്? ഹൗസ് ടാക്സ് അല്ലെങ്കിൽ മുനിസിപ്പൽ ടാക്സ് പേയ്മെൻറ്റ് നടത്തിയത്. എനിവേ നമുക്ക് ക്വസ്റ്റ്യനിൽ എക്സ്പെക്റ്റഡ് റെൻറ്റ് ഡയറക്റ്റ് തന്നുകൊണ്ട് മുനിസിപ്പൽ വാല്യൂവിൻ്റെ ആവശ്യമില്ല ഇവിടെ. നമുക്ക് ഹൗസ് റിമെയിൻസ് വേക്കൻറ്റ് ഫോർ എ പീരീഡ് ഓഫ് 1 മന്തും തന്നിട്ടുണ്ട്, ഫോർ എ പീരീഡ് ഓഫ് 3 മന്തും തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ 2 കണ്ടീഷനും ചെയ്യണം. ഏത്? ഫസ്റ്റ് 1 മന്ത് വേക്കൻ്റായി കിടക്കുമ്പോൾ എത്രയാണെന്നും രണ്ടാമത് 3 മന്ത് കിടക്കുമ്പോൾ എത്രയാണെന്നും കണ്ടുപിടിക്കണം. നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഫസ്റ്റ് ഈ 1 മന്ത് പീരീഡിൻ്റെ കമ്പ്യൂട്ടേഷന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആൻസർ എഴുതുമ്പം എ എന്ന് എഴുതിയിട്ട് കമ്പ്യൂട്ടേഷൻ ഓഫ് എന്താ നമുക്കിവിടെ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്? ആനുവൽ വാല്യൂ. സോ കമ്പ്യൂട്ടേഷൻ ഓഫ് ആനുവൽ വാല്യൂ. വേറൊന്നും എഴുതണ്ട, കണ്ടുപിടിക്കേണ്ട സംഭവം എന്താണോ അത് തന്നെയാണ് ഇവിടെ ഹെഡിങ്. ദെൻ ഇങ്ങനൊരു വര വരയ്ക്കുന്നു, ഇങ്ങനൊരു വര വരയ്ക്കുന്നു, ഇവിടെ റുപ്പി എമൗണ്ട് കോളം കാണിക്കുന്നു. ഇനി ഫസ്റ്റ് എന്താണ് എഴുതിക്കൊണ്ടിരുന്നത്? നമ്മൾ ഫെയർ റെൻ്റൽ വാല്യൂ ആണ് എഴുതിക്കൊണ്ടിരുന്നത്. ഈ ക്വസ്റ്റ്യനിൽ ഫെയർ റെൻ്റൽ വാല്യൂവിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്തുകൊണ്ടാണ്? എക്സ്പെക്റ്റഡ് റെൻറ്റ് ഡയറക്റ്റ് തന്നിട്ടുള്ളതുകൊണ്ടാണ് അതൊന്നും ചെയ്യാത്തത്. സോ നമ്മൾ എക്സ്പെക്റ്റഡ് റെൻറ്റ് എഴുതുന്നു. എത്രയാണ്? 1 lakh. ഓക്കെ, എക്സ്പെക്റ്റഡ് റെൻറ്റും ആക്ച്വൽ റെൻറ്റും കൂടെ അല്ലേ കമ്പയർ ചെയ്യുന്നത്? ഓർമ്മയുണ്ടോ? ആക്ച്വൽ റെൻറ്റ് എഴുതുമ്പം എന്തൊക്കെയായിരുന്നു മൈനസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങളൊന്ന് വേണമെങ്കിൽ ബാക്കിലോട്ട് എടുത്ത് നോക്കുകയൊക്കെ ചെയ്യാം. ആക്ച്വൽ റെൻറ്റിൽ നിന്ന് 2 സംഭവം മൈനസ് ചെയ്യും. ഒന്ന് അൺറിയലൈസ്ഡ് റെൻറ്റും ഒന്ന് എക്സ്പെൻസസ് മെറ്റ് ബൈ ദ ഓണർ. ഇപ്പം അൺറിയലൈസ്ഡ് റെൻറ്റ് ഈ ക്വസ്റ്റ്യനിലില്ല, അതുപോലെ എക്സ്പെൻസസ് മെറ്റ് ബൈ ദ ഓണറും പറയുന്നില്ല. സോ അത് രണ്ടും ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ ചെയ്ത പോലെ ഡയറക്റ്റായിട്ട് ഇതിൻ്റെ എമൗണ്ട് എഴുതാം. ഇപ്പോൾ എമൗണ്ട് എന്ന് പറയുന്നത് 10,000 പെർ മന്താണ്. അപ്പോൾ 10,000 × 12 എത്ര വരും? 1,20,000 എന്ന് വരും. ഇനി എന്ത് ചെയ്യും? ഇതിലെ വിച്ച് എവർ ഈസ് ഹയർ വേണം നമ്മൾ എടുക്കാൻ. അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? വിച്ച് എവർ ഈസ് ഹയർ കിട്ടുന്നതിനെ നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് എടുക്കുമെന്നായിരുന്നു പറഞ്ഞത്. ഇനി തൊട്ട് നമ്മൾ അങ്ങനെ എടുക്കത്തില്ല. പകരം വിച്ച് എവർ ഈസ് ഹയർ ഏതാണോ അതേ എടുക്കത്തുള്ളൂ. ഇതിലെ വിച്ച് എവർ ഈസ് ഹയർ ഏതാണ്? 1,20,000. സോ ഹയസ്റ്റ് വാല്യൂ 1,20,000. അങ്ങനെ തന്നെ എഴുതും. ഇനി നമുക്കിതിൽ നിന്ന് എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് ലോസ് ഡ്യൂ ടു വേക്കൻസി മൈനസ് ചെയ്യണം. എങ്കിലേ നമുക്കിനി ഗ്രോസ് ആനുവൽ വാല്യൂ കിട്ടുള്ളൂ. ലോസ് ഡ്യൂ ടു വേക്കൻസി എന്ന് തന്നെ എഴുതണം. ഈ ലോസ് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് അറിയാമോ? എത്ര നാളാണ് വേക്കൻ്റായി കിടന്നത്? നമ്മൾ ആദ്യത്തെ കേസ് ചെയ്യുന്നത് 1 മന്തല്ലേ വേക്കൻ്റായി കിടന്നത്. സോ ആ 1 മന്ത് നമുക്ക് കിട്ടാനുള്ള റെൻ്റാണ് ലോസ് ആയി പോയത്. അപ്പോൾ ആക്ച്വൽ റെൻറ്റിൻ്റെ വാല്യൂ വെച്ച് വേണം നിങ്ങൾ ലോസ് ഡ്യൂ ടു വേക്കൻസി കണ്ടുപിടിക്കാൻ. ആക്ച്വൽ റെൻറ്റ് എത്രയായിരുന്നു? 10,000 ആണ് പെർ മന്ത്. സോ 1 മന്ത് വേക്കൻ്റായി കിടക്കുമ്പോൾ ലോസ് എത്രയായിരിക്കും? 10,000 × 1, ഒരു മാസത്തെ ആക്ച്വൽ റെൻറ്റ്. അതാണ് നമുക്ക് ലോസ് ആയി പോയത്. 10,000 × 1 എത്ര കിട്ടും? 10,000 എന്ന് കിട്ടും. അപ്പോൾ എനിക്കിവിടെ എഴുതാൻ സ്ഥലമില്ല, ഞാൻ മായ്ച്ചിട്ട് വീണ്ടും എഴുതുവാണ്. നമുക്ക് വിച്ച് എവർ ഈസ് ഹയർ എന്ന് പറയുന്നത് 1,20,000 എന്ന് കിട്ടിയായിരുന്നു. ഇതിൽ നമ്മൾ ലോസ് ഡ്യൂ ടു വേക്കൻസി മൈനസ് ചെയ്യാൻ പോവുക. ലോസ് ഡ്യൂ ടു വേക്കൻസി എന്ന് പറയുന്നത് എത്ര കിട്ടിയായിരുന്നു? 10,000 × 1. ആദ്യത്തെ കേസിന് 10,000 × 1 ഉള്ളൂ. സോ 10,000 ലെസ് ചെയ്യും. നിങ്ങൾ ലെസ് ചെയ്യുമ്പോൾ ഈ ബ്രാക്കറ്റൊക്കെ ഇട്ട് ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഇമ്പ്രഷൻ ആയിരിക്കും. മൈനസ് വാല്യൂ എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ് ബ്രാക്കറ്റ് ഇടുന്നത്, വേറെ മീനിങ് ഒന്നുമില്ല. സോ 1,20,000 10,000 ആകുമ്പോൾ എത്ര കിട്ടും? 1,10,000 എന്ന് കിട്ടും. ഇതാണ് എന്ത്? ഗ്രോസ് ആനുവൽ വാല്യൂ. ഗ്രോസ് ആനുവൽ വാല്യൂവിൽ തീർന്നോ? ഇല്ല, നമുക്ക് എന്തായിരുന്നു കണ്ടുപിടിക്കേണ്ടത്? ആനുവൽ വാല്യൂ ആണ്. സോ അതിൽ നിന്ന് ഇനി എന്ത് കുറയ്ക്കണം? ലെസ് മുനിസിപ്പൽ ടാക്സ് പെയ്ഡ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിഡക്ഷൻ്റെ ആ സെക്ഷനൊക്കെ അറിയാമെങ്കിൽ അതും കൂടെ എഴുതുക. ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 23, അതിലേതാ വരുന്നത്? മുനിസിപ്പൽ ടാക്സ്. മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് എത്രയാണ്? മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ദ ഓണർ ₹9,000 എന്ന് തന്നിട്ടുണ്ട്. സോ നമ്മൾ 9,000 ലെസ് ചെയ്യുന്നു. 1,10,000 നിന്ന് 9,000 പോയാൽ എത്രയാണ്? 1,10,000 നിന്ന് ഞാനൊന്ന് പെട്ടെന്ന് ചെയ്ത് നോക്കുവാണേ. 1,01,000 എന്ന് തന്നെ വരും. എനിക്കൊരു ഡൗട്ട് വന്നു പെട്ടെന്ന് അങ്ങനെ നോക്കിയപ്പോൾ. ഓക്കെ, അതുകൊണ്ട് ഞാൻ ചെയ്ത് നോക്കിയത്. എനിവേ 1,01,000 എന്ന് വരും. ഇതാണ് എന്ത്? ആനുവൽ വാല്യൂ. ഓക്കെ ആണല്ലോ. ഇനി അതുപോലെ എന്ത് ചെയ്യണം?
3 മന്ത്സിൻ്റെയും വേക്കൻ്റായി കിടക്കുമ്പോൾ എങ്ങനെയായിരിക്കും എമൗണ്ട് വരുന്നത് നോക്കണം. സോ സെയിം കമ്പ്യൂട്ടേഷൻ ഓഫ് എന്തെന്ന് പറഞ്ഞ് എഴുതണം, ആനുവൽ വാല്യൂ എന്ന് പറയണം. ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റായിട്ട് എഴുതണം, B എന്ന് ഇടണം. കമ്പ്യൂട്ടേഷൻ ഓഫ് ആനുവൽ വാല്യൂ ഞാൻ അത് എഴുതുന്നില്ലെന്നേ ഉള്ളൂ, നിങ്ങൾക്ക് അറിയാം ഇപ്പം ആനുവൽ വാല്യൂ ആണെന്നറിയാം. എന്തൊക്കെ എഴുതും, ആദ്യം എക്സ്പെക്റ്റഡ് റെൻ്റ് എഴുതും, അതിനൊന്നും ചേഞ്ച് ഇല്ല. എത്രയാണ്? 1 lakh. ദെൻ ആക്ച്വൽ റെൻ്റ് എത്ര കിട്ടിയായിരുന്നു? 1,20,000 കിട്ടി. അത് ലെസ് ചെയ്യാനൊന്നും ഇല്ലല്ലോ, സോ അത് തന്നെ കിട്ടും. ദെൻ വിച്ചെവർ ഈസ് ഹയർ എത്ര കിട്ടി? 1,20,000 കിട്ടി. അതുവരെ നിങ്ങൾക്ക് അറിയാം. ഇനി എന്ത് ചെയ്യും? ലെസ് ലോസ് ഡ്യൂ ടു വേക്കൻസി. ലോസ് ഇനി എങ്ങനെ കണ്ടുപിടിക്കും? രണ്ടാമത്തെ കേസിൽ 3 months ആണ് വേക്കൻ്റായി കിടക്കുന്ന കാര്യം പറയുന്നത്. സോ 3 monthsൻ്റെ റെൻറ്റ് കണ്ടുപിടിക്കണം. ഒരു മാസം 10,000 ആണ് വാടക കാശ്. അപ്പോൾ 3 മാസത്തെ കിട്ടാതായെന്ന് വെച്ചാൽ 3 × 10,000 അതായിരിക്കും ലോസ് എന്ന് വെച്ചാൽ 30,000. അതാണ് ലോസ് ഡ്യൂ ടു വേക്കൻസി വരുന്നത്. 1,20,000 നിന്ന് 30,000 പോയി കഴിയുമ്പോൾ കിട്ടുന്ന ആൻസർ ആയിരിക്കും എന്ത്? 90,000. അതാണ് നമ്മുടെ ആനുവൽ വാല്യൂ. അപ്പോൾ ഇത് നല്ലതായിട്ടൊരു നോട്ട് എടുത്തിട്ട് കറക്റ്റായിട്ട് അതാണ് നമ്മുടെ ഗ്രോസ് ആനുവൽ വാല്യൂ. 90,000 ഗ്രോസ് ആനുവൽ വാല്യൂ വരും. അതിൽ നിന്ന് ലെസ് എന്ത് ചെയ്യണം? മുനിസിപ്പൽ ടാക്സ് പെയ്ഡ്. മുനിസിപ്പൽ ടാക്സ് എന്ന് തന്നെ എഴുതണേ, മുനിസിപ്പൽ വാല്യൂ എന്നൊന്നും എഴുതി കളയല്. മുനിസിപ്പൽ ടാക്സ് ആണ്, പലർക്കും അത് തെറ്റിപ്പോകുന്നു. മുനിസിപ്പൽ വാല്യൂ വേറെയാണ്, മുനിസിപ്പൽ ടാക്സ് വേറെയാണ്. അപ്പോൾ മുനിസിപ്പൽ ടാക്സ് എത്രയാണ്? ₹9,000. അപ്പോൾ 90,000 നിന്ന് 9,000 പോകുമ്പം 81,000 എന്ന് കിട്ടും. അതാണ് എന്ത്? ആനുവൽ വാല്യൂ. ഇതാണ് നമ്മുടെ ആൻസർ. നിങ്ങൾ ചെയ്ത് നോക്കുക, 2 സിറ്റുവേഷനും കറക്റ്റായിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഒരുവിധം നിങ്ങൾക്ക് ഇപ്പോൾ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് വൺ, ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കമ്പ്യൂട്ട് ദ ആനുവൽ വാല്യൂ ഓഫ് ദ ഹൗസ്. മുനിസിപ്പൽ വാല്യൂ തന്നിട്ടുണ്ട്, ഫെയർ റെൻ്റൽ വാല്യൂ തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് റെൻറ്റ് തന്നിട്ടുണ്ട്, ആക്ച്വൽ റെൻറ്റും തന്നിട്ടുണ്ട്, അൺറിയലൈസ്ഡ് റെൻറ്റും തന്നിട്ടുണ്ട്. അപ്പം അതിൽ പറയുന്നുണ്ട് കണ്ടീഷൻ ഓഫ് റൂൾ 4 സാറ്റിസ്ഫൈഡ്. അതായത് ഞാൻ പറഞ്ഞിരുന്നു അൺറിയലൈസ്ഡ് റെൻ്റ് എന്നും പറഞ്ഞ് അസസിങ് ഓഫീസർ ചോദിക്കും, നിങ്ങൾ എങ്ങനെയാണ് ഈ അൺറിയലൈസ്ഡ് റെൻറ്റിൻ്റെ എമൗണ്ട് കിട്ടിയതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഏത് റൂൾ പ്രകാരമായിരിക്കണം ചെയ്യേണ്ടത്? റൂൾ 4. ഞാൻ പറഞ്ഞിരുന്നു 4 കണ്ടീഷനുണ്ട്, റൂൾ 4ലാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പം ഈ ക്വസ്റ്റ്യനിൽ അങ്ങനെ എടുത്ത് പറഞ്ഞെന്നേ ഉള്ളൂ, കണ്ടീഷൻസ് ഓഫ് റൂൾ 4 സാറ്റിസ്ഫൈഡ് എന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. ഇത് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ വരത്തില്ല, വന്നാലും ഇല്ലെങ്കിലും നിങ്ങൾ അൺറിയലൈസ്ഡ് റെൻ്റ് എന്ന് കണ്ട് എടുത്തോണം കേട്ടോ. ഒന്നും പറഞ്ഞില്ലെങ്കിലും അതിൻ്റെ അർത്ഥം അൺറിയലൈസ്ഡ് റെൻറ്റിൻ്റെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തു എന്ന് തന്നെയാണ്. ഈ ക്വസ്റ്റ്യനിൽ എടുത്ത് പറഞ്ഞെന്നേ ഉള്ളൂ, അത് നിങ്ങൾ ഈ റൂൾ 4 കാണാൻ വേണ്ടിയിട്ടാണ്, അത് നിങ്ങളുടെ മനസ്സിൽ കയറാൻ വേണ്ടിയിട്ട് ഞാൻ ആഡ് ചെയ്തെന്നേ ഉള്ളൂ. ഇനിയുള്ള ക്വസ്റ്റ്യൻസിലൊന്നും അത് വന്നെന്ന് വരില്ല. സോ വന്നാലും ഇല്ലെങ്കിലും നിങ്ങൾ അൺറിയലൈസ്ഡ് റെൻറ്റ് എടുക്കണം. ഓക്കെ, അപ്പം എന്ത് ചെയ്യും? എന്താ കണ്ടുപിടിക്കേണ്ടത്? ആനുവൽ വാല്യൂ ആണ്. സോ കമ്പ്യൂട്ടേഷൻ ഓഫ് ആനുവൽ വാല്യൂ അതൊക്കെ കറക്റ്റായിട്ട് എഴുതണം. ദെൻ റുപ്പി കോളം വരച്ചു. എന്തൊക്കെ തന്നിട്ടുണ്ട്? മുനിസിപ്പൽ വാല്യൂ, ഫെയർ റെൻറ്റും എല്ലാം തന്നിട്ടുണ്ട്. സോ നമ്മൾ ഫസ്റ്റ് ഫെയർ റെൻ്റൽ വാല്യൂ എത്രയാണ്? 1,80,000. ദെൻ മുനിസിപ്പൽ വാല്യൂ തന്നിട്ടുണ്ട്, എത്രയാണ്? 1,50,000. വിച്ച് എവർ ഈസ് ഹയർ. ഏതാണ് ഹയർ? 1,80,000. ഇനി അടുത്ത ഏതുമായിട്ട് കമ്പയർ ചെയ്യണം? സ്റ്റാൻഡേർഡ് റെൻറ്റ് എന്ന് പറയുമ്പോൾ 1,60,000. ഇപ്പോൾ എനിക്കിവിടെ സ്ഥലമില്ല, ഞാൻ മേളിലോട്ട് എഴുതാം. 1,80,000 എന്ന് കിട്ടിയായിരുന്നു വിച്ച് എവർ ഈസ് ഹയർ, 1,60,000 എന്ന് കിട്ടി സ്റ്റാൻഡേർഡ് റെൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് സ്വന്തമായി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ഈ വീഡിയോ പോസ് ചെയ്ത് വല്ലതും വെച്ചിട്ട് സ്വന്തമായിട്ട് നോട്ട് ചെയ്യുക, എന്നിട്ട് ഇത് പ്ലേ ചെയ്യും. അപ്പം നിങ്ങൾ ചെയ്ത് തന്നെയാണോ ഞാനിവിടെ ചെയ്യുന്നതെന്നൊന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാനും പറ്റും. അല്ല, ഞാൻ ചെയ്തത് ഫുള്ള് കണ്ടതിന് ശേഷം നിങ്ങൾ നോട്ടിൽ എഴുതാതെ ഫസ്റ്റ് നോട്ടിൽ എഴുതിയിട്ട് പിന്നെ ഈ വീഡിയോ കാണും. ഓക്കെ, സ്റ്റാൻഡേർഡ് റെൻ്റ് ആയിരുന്നു ഇത് വിച്ച് എവർ ഈസ് ഹയർ ആയിരുന്നു. സോ ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പം വീണ്ടും എന്തെടുക്കും? വിച്ച് എവർ ഈസ് ലോവർ എടുക്കും. അതായിരുന്നു എന്ത്? എക്സ്പെക്റ്റഡ് റെൻറ്റ്. അതിന് മാറ്റമൊന്നുമില്ലല്ലോ. എക്സ്പെക്റ്റഡ് റെൻറ്റ് എന്ന് പറയുന്നത് വിച്ച് എവർ ഈസ് ലോവർ തന്നെ ആയിരിക്കും. അത് 1,60,000. അടുത്ത എന്താ സംഭവം? ആക്ച്വൽ റെൻറ്റ്. ഇനി ആക്ച്വൽ റെൻറ്റ് എടുക്കുമ്പം എപ്പോഴും എന്ത് നോക്കണം? ഇനിയും തൊട്ട് 2 സംഭവം മൈനസ് ചെയ്യാൻ വരും. ആ രണ്ടെണ്ണവും ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ വരും. അപ്പോൾ ഏതൊക്കെ വന്നു നോക്കണം. അപ്പോൾ ഏതൊക്കെയായിരുന്നു മൈനസ് ചെയ്യുന്നത്? ഒന്ന് അൺറിയലൈസ്ഡ് റെൻറ്റും ഒന്ന് എക്സ്പെൻസസ് മെറ്റ് ബൈ ദ ഓണറും. ഈ 2 സംഭവമാണ് മൈനസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യനിൽ ഏതൊക്കെ തന്നിട്ടുണ്ട്? അൺറിയലൈസ്ഡ് റെൻറ്റ് തന്നിട്ടുണ്ട്. കണ്ടോ,
ഇതെപ്പോഴും ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഡയറക്റ്റ് തന്നിരിക്കും. അൺറിയലൈസ്ഡ് റെൻ്റ് എന്നും പറഞ്ഞ് എത്രയാണോ എമൗണ്ട് അത് തന്നിരിക്കും. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എത്ര തന്നു? ₹40,000. സോ ആക്ച്വൽ റെൻറ്റ് എത്ര കിട്ടി? ആക്ച്വൽ റെൻറ്റ് എത്രയാണ്? ₹20,000 പെർ മന്ത് ആണ്. സോ നമ്മൾ 20,000 ഇൻറ്റു 12 ചെയ്യണം. 20,000 ഇൻറ്റു 12 ചെയ്യുമ്പോൾ എത്ര എമൗണ്ട് കിട്ടും? 2,40,000 കിട്ടും. അപ്പോൾ അതെടുത്ത് വെളിയിൽ എഴുതി വെക്കരുത്. കാരണം നമുക്കിനി എന്ത് മൈനസ് ചെയ്യണം? അൺറിയലൈസ്ഡ് റെൻറ്റ് മൈനസ് ചെയ്തതിന് ശേഷമേ അവിടെ എഴുതാൻ പറ്റൂ. സോ നമ്മൾ 2,40,000 ഇവിടെ എഴുതണം. അതിൻ്റെ നേരെ ഉള്ളിൽ തന്നെ എഴുതണം. എന്നിട്ട് അതിന് എന്ത് മൈനസ് ചെയ്യണം? ലെസ് അൺറിയലൈസ്ഡ് റെൻറ്റ്. മറ്റേ എക്സ്പെൻസ് ഒന്നും തന്നിട്ടില്ലല്ലോ. സോ നമുക്ക് അൺറിയലൈസ്ഡ് റെൻറ്റ് മാത്രം മൈനസ് ചെയ്താൽ മതി. അതിൻ്റെ എമൗണ്ട് 40,000. അത് ഇവിടെ മൈനസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. 40,000 ബ്രാക്കറ്റൊക്കെ ഇട്ട് കാണിച്ചു. നെഗറ്റീവ് നമ്പർ അതുകൊണ്ട് മൈനസ് ചെയ്യുന്നതായിട്ട് കാണിച്ചെന്നേ ഉള്ളൂ. 2,40,000 നിന്ന് 40,000 പോകുമ്പം എത്ര കിട്ടും? 2 lakh കിട്ടും. എക്സ്പെൻസസ് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. സോ ഈ കിട്ടിയ 2 lakh വേണം നിങ്ങളിനി ഇവിടെ എഴുതിയിട്ട് കമ്പയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഈ രണ്ട് എമൗണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ട് വിച്ച് എവർ ഈസ് ഹയർ എടുക്കും. ഇപ്പോൾ 1,60,000 ഓർ 2 lakh ഏതായിരിക്കും ഹയർ ആയിട്ട് വരുന്നത്? 2 lakh വരും. ഞാൻ പറഞ്ഞു ഇനി വിച്ച് എവർ ഈസ് ഹയർ വന്നാൽ വിച്ച് എവർ ഈസ് ഹയർ എന്ന് തന്നെ എഴുതുക. അങ്ങനെ തന്നെ എഴുതിപ്പോക്കോ, കുഴപ്പമില്ല. വിച്ച് എവർ ഈസ് ഹയർ എന്ന് എഴുതുക. എന്നിട്ട് എന്ത് നോക്കണം? ലോസ് ഡ്യൂ ടു വേക്കൻസി. വേക്കൻസിയുടെ കാര്യം വല്ലതും നോക്കണം. ഈ ക്വസ്റ്റ്യനിൽ വേക്കൻസിയുടെ കാര്യമൊന്നും പറയുന്നില്ല. സോ ലെസ് ലോസ് ഡ്യൂ ടു വേക്കൻസി എന്ന് വേണമെങ്കിൽ എഴുതിയിട്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് ലോസ് ഡ്യൂ ടു വേക്കൻസി എന്ന് എഴുതിയിട്ട് ഇവിടെ നില്ലെന്നിങ്ങനെ കാണിക്കാം. അപ്പം ലെസ് ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ട് സെയിം എമൗണ്ട് തന്നെ താഴെ വരും. ഇതിനെയാണ് നമ്മളിനി എന്തെന്ന് വിളിക്കാൻ പോകുന്നത്? ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് വിളിക്കാൻ പോകുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു? ആനുവൽ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. സോ ഇനി എന്ത് ചെയ്യണം? ഈ ഗ്രോസ് ആനുവൽ വാല്യൂന്ന് മുനിസിപ്പൽ ടാക്സ് പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ മൈനസ് ചെയ്യണം. ഈ ക്വസ്റ്റ്യനിൽ മുനിസിപ്പൽ ടാക്സ് പേയ്മെൻറ്റിൻ്റെ കാര്യം പറയുന്നുണ്ടോ? ഇല്ല, ഒന്നും പറയുന്നില്ല. അപ്പോൾ മുനിസിപ്പൽ ടാക്സ് പെയ്ഡിൻ്റെ അവിടെ ഡാഷ്. അപ്പോൾ സെയിം എമൗണ്ട് തന്നെ എന്തായിട്ട് വരും? ആനുവൽ വാല്യൂവിൻ്റെ എമൗണ്ട് ആയിട്ട് വരും. സോ ഗ്രോസ് ആനുവൽ വാല്യൂ ഇവിടെ സെയിം ആണ്. കാരണം മുനിസിപ്പൽ ടാക്സ് പേയ്മെൻറ്റ് വന്നിട്ടില്ല. 2 lakh എന്ന് വരും ആൻസർ. ഓക്കെ ആണോ? ശരി, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Mr. D has a house property whose municipal valuation is ₹2,40,000. She let it out to a bank for ₹30,000 per month from July 2019. For the months of April, May and June 2019, the property was vacant. Find annual value. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങളിങ്ങനെ നോക്കുമ്പോൾ തന്നെ എന്താ ആദ്യം നോക്കേണ്ടത്? എന്താണോ കണ്ടുപിടിക്കേണ്ടത് അത് വേണം നിങ്ങൾ ഫസ്റ്റ് നോട്ട് ചെയ്യാൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ആനുവൽ വാല്യൂ. സോ നമ്മൾ അത് വേണം ഹെഡിങ് ആയിട്ട് എഴുതാൻ. അപ്പോൾ അത്രയും നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാമല്ലോ. ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചേക്കുന്നതെന്ന് കണ്ടാൽ അത് കണ്ട് പെട്ടെന്ന് കമ്പ്യൂട്ടേഷൻ ഓഫ് ആനുവൽ വാല്യൂ അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് ആനുവൽ വാല്യൂ എന്താണോ ചോദിച്ചേക്കുന്നത് അത് ഫസ്റ്റ് പെട്ടെന്ന് അങ്ങ് എഴുതുക. എന്നിട്ട് ഇതെല്ലാം വരയ്ക്കുക. ഇനി എന്തൊക്കെ വേണം നമുക്ക്? ഫെയർ റെൻ്റൽ വാല്യൂ വേണം, മുനിസിപ്പൽ വാല്യൂ വേണം, അതൊക്കെ നോക്കണം. അപ്പോൾ ഫെയർ റെൻ്റൽ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ? മിസ്റ്റർ ഡി ഹാസ് എ ഹൗസ് പ്രോപ്പർട്ടി ഹൂസ് മുനിസിപ്പൽ വാല്യൂ. അപ്പോൾ മുനിസിപ്പൽ വാല്യൂ തന്നിട്ടുണ്ട്. ഷീ ലെറ്റ് ഇറ്റ് ഔട്ട് ടു എ ബാങ്ക്. അപ്പം ഡി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു, അതൊരു സ്ത്രീയാണ്. സോ ഷീ ലെറ്റ് ഇറ്റ് ഔട്ട് ടു എ ബാങ്ക്. ഒരു ബാങ്കിനാണ് അവൾ വാടകയ്ക്ക് കൊടുത്തത്. എത്ര രൂപയ്ക്കാണ്? ₹30,000 പെർ മന്ത്. പക്ഷെ അവൾ എപ്പോഴാണ് കൊടുത്തത്? ഫ്രം ജൂലൈ 2019 തൊട്ടാണ് കൊടുത്തത്. അത് നമുക്ക് നോക്കാം. അതവിടെ നിൽക്കട്ടെ. നമുക്കിപ്പോൾ എന്തായാലും ആക്ച്വൽ റെൻ്റ് എത്രയാണ്? 30,000 ആണ്. ഫോർ ദ മന്ത്സ് ഓഫ് ഏപ്രിൽ, മെയ് ആൻഡ് ജൂൺ 2019 ദ പ്രോപ്പർട്ടി വാസ് വേക്കൻറ്റ്. സോ എനിവേ നമ്മൾ ഫസ്റ്റ് എന്ത് എഴുതണം? ഫെയർ റെൻ്റൽ വാല്യൂ. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. സോ ഡാഷ്. ദെൻ അടുത്തത് എന്താണ്? മുനിസിപ്പൽ വാല്യൂ. നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ആദ്യം ചെയ്ത ക്വസ്റ്റ്യൻ ഓർമ്മയുണ്ടോ? അതിൽ മുനിസിപ്പൽ വാല്യൂ ഫെയർ റെൻ്റൽ വാല്യൂ എടുക്കാത്ത എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ റീസൺ ആ ക്വസ്റ്റ്യനിൽ എക്സ്പെക്റ്റഡ് റെൻറ്റ് ഡയറക്റ്റ് തന്നുകൊണ്ടാണ്. ഈ ക്വസ്റ്റ്യനിലൊന്നും എക്സ്പെക്റ്റഡ് റെൻ്റ് എന്ന് പറയുന്ന സാധനം തന്നിട്ടേ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഫെയർ റെൻ്റൽ വാല്യൂ മുനിസിപ്പൽ വാല്യൂ ഒക്കെ എടുത്ത് കമ്പയർ ചെയ്ത് നോക്കുന്നത്. ഇല്ലേ, ഇനി ആർക്കെങ്കിലും ഡൗട്ട് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, ദെൻ മുനിസിപ്പൽ വാല്യൂ എത്രയാണ്? 2,40,000. ഇനി എന്ത് ചെയ്യണം? വിച്ച് എവർ ഈസ് ഹൈ. 2,40,000. ദെൻ ആരുമായിട്ട് കമ്പയർ ചെയ്യും? സ്റ്റാൻഡേർഡ് റെൻറ്റ്. സ്റ്റാൻഡേർഡ് റെൻറ്റ് ഉണ്ടോ? ഇല്ല. സോ ഡാഷ്. അപ്പോൾ വിച്ച് എവർ ഈസ് ലോവർ എന്ന് പറയുന്നത് 2,40,000 തന്നെയാണ്. അതാണ് നമ്മുടെ എക്സ്പെക്റ്റഡ് റെൻറ്റ്, 2,40,000.
ഇനി അടുത്ത ആരുമായിട്ട് കമ്പയർ ചെയ്യണം? ആക്ച്വൽ റെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യണം. ഓക്കെ, ആക്ച്വൽ റെൻറ്റ് എത്രയാണ്? 30,000 പെർ മന്താണ്. ഇപ്പോൾ ജൂലൈ തൊട്ടാണ് വാടകയ്ക്ക് കൊടുത്തതെന്നൊക്കെ പറയും, പക്ഷെ നിങ്ങൾ എവിടം തൊട്ട് എടുക്കണം? നിങ്ങൾ ഫുൾ 12 മന്ത്സിൻ്റെയും അങ്ങ് എടുക്കണം. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം ഇവിടെ മനസ്സിലായി കാണും, നമ്മൾ ആക്ച്വൽ റെൻറ്റ് റിസീവ്ഡിൻ്റെ ബേസിലല്ല എടുക്കുന്നത്. അതായത് ആക്ച്വലി അയാൾക്ക് എത്ര കാശ് റെൻ്റായിട്ട് കിട്ടി എന്നുള്ളതല്ല നമ്മൾ ഇവിടെ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ എടുക്കുന്നത്. അയാൾക്ക് ആക്ച്വലി ഒരു വർഷം എത്ര കിട്ടാം എന്നുള്ളതിൻ്റെ ബേസിലാണ് എടുക്കുന്നത്. അപ്പം ആക്ച്വലി ഒരു വർഷം എത്ര മാസമുണ്ട്? 12 മാസമുണ്ട്. സോ ഒബ്വിയസ്ലി അയാൾക്ക് 12 മാസവും കാശ് കിട്ടേണ്ടതാണ്. ശരിക്കും അയാൾക്ക് കാശ് കിട്ടിയോ ഇല്ലയോ എന്നുള്ളതല്ല നോക്കുന്നത്, അയാൾക്ക് എത്രയാണ് കിട്ടേണ്ടത് എന്ന രീതിയിലാണ് എടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ 30,000 ഇൻറ്റു 12 തന്നെ ചെയ്യും. പെർ മന്ത് ആയതുകൊണ്ട് ഇൻറ്റു 12 അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. 30,000 ഇൻറ്റു 12 അപ്പോൾ എത്ര കിട്ടും? 3,60,000 കിട്ടും. അത് ഞാൻ അകത്ത് എഴുതുന്നു. ഇപ്പം ഇതിൻ്റെ അകത്ത് അൺറിയലൈസ്ഡ് റെൻ്റ് ഉണ്ടോ? വേക്കൻറ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഫോർ ദ മന്ത്സ് ഓഫ് ഏപ്രിൽ, മെയ് ആൻഡ് ജൂൺ ദ പ്രോപ്പർട്ടി വാസ് വേക്കൻറ്റ്. വേക്കൻ്റ് എന്ന് പറഞ്ഞാൽ ലോസ് ഡ്യൂ ടു വേക്കൻസിയാണ്. ലോസ് ഡ്യൂ ടു വേക്കൻസി ഒന്നും ആക്ച്വൽ റെൻറ്റിൽ നിന്നല്ല മൈനസ് ചെയ്യുന്നത്. പിന്നെ ആക്ച്വൽ റെൻറ്റിൽ നിന്ന് എന്തൊക്കെയാണ് മൈനസ് ചെയ്യുന്നത്? ഒന്ന് അൺറിയലൈസ്ഡ് റെൻറ്റും ഒന്ന് എക്സ്പെൻസസ് മെറ്റ് ബൈ ദ ഓണർ. അൺറിയലൈസ്ഡ് റെൻറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എക്സ്പെൻസസ് മെറ്റ് ബൈ ദ ഓണറിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. സോ ഈ എമൗണ്ട് തന്നെയായിരിക്കും നമ്മൾ വെളിയിൽ എഴുതുന്നത്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ കാണിക്കാം. അൺറിയലൈസ്ഡ് റെൻ്റ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇങ്ങനെ കാണിച്ചുകൂടെയെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും ഇല്ല. ഇതിന് ആക്ച്വലി ഒരു ഫോർമാറ്റൊന്നും ഇല്ല. പിന്നെ നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിൽ അൺറിയലൈസ്ഡ് റെൻറ്റ് മൈനസ് ചെയ്യില്ല. സോ നിങ്ങൾ ഇവിടെ ഈ എമൗണ്ട് ഇവിടെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ഡയറക്റ്റ് വെളിയിൽ എടുത്ത് എഴുതിയാലും കുഴപ്പമില്ല, കാരണം മൈനസ് ചെയ്യാനൊന്നും ഇല്ലല്ലോ. ഇനി അകത്തിവിടെ എഴുതിയെന്നും പറഞ്ഞും മിസ്റ്റേക്ക് ഒന്നും ഇല്ല, ജസ്റ്റ് അത് തന്നെ എടുത്ത് വെളിയിൽ കാണിച്ചാലും മതി. അപ്പം നമ്മളിനി എന്ത് ചെയ്യണം? എക്സ്പെക്റ്റഡ് റെൻറ്റും ആക്ച്വൽ റെൻറ്റും കൂടെ കമ്പയർ ചെയ്ത് വിച്ച് എവർ ഈസ് ഹയർ. എത്ര കിട്ടും? 3,60,000. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇനി ഇതിൽ നിന്ന് ലോസ് ഡ്യൂ ടു വേക്കൻസി മൈനസ് ചെയ്യണം. ഓക്കെ, എപ്പോഴൊക്കെയാണ് ഇത് വേക്കൻ്റായി കിടന്നത് പറയുന്നുണ്ട്. ഫോർ ദ മന്ത്സ് ഓഫ് ഏപ്രിൽ, മെയ്, ലാസ്റ്റ് സെൻറ്റൻസ്, ഫോർ ദ മന്ത്സ് ഓഫ് ഏപ്രിൽ, മെയ് ആൻഡ് ജൂൺ 2019 ദ പ്രോപ്പർട്ടി വാസ് വേക്കൻറ്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ മാസം? ഏപ്രിൽ, മെയ്, ജൂൺ എന്ന് പറയുമ്പോൾ എത്ര മാസം? 3 മാസം. ഈ ഏപ്രിലും മെയ്യും ജൂണും ഒക്കെ നമ്മുടെ പ്രീവിയസ് ഇയർ തന്നെ വരുന്നതാണല്ലോ. 2019 എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ഏപ്രിൽ 1, 2019 ടു മാർച്ച് 31, 2020 ആണ് നമ്മുടേത്. സോ നമ്മുടെ പ്രീവിയസ് ഇയർ. സോ ആ പ്രീവിയസ് ഇയർ വരുന്ന മന്ത്സ് തന്നെയാണ് പറഞ്ഞത്, അതുകൊണ്ട് നമ്മൾ എടുക്കുന്നു. അങ്ങനെയെങ്കിൽ പ്രീവിയസ് ഇയറിൽ അല്ലാത്ത മാസം പറഞ്ഞാലോ? അതായത് 2018 മെയ്യിൽ വേക്കൻ്റായി കിടന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിലോ? നമ്മൾ അതിവിടെ എടുക്കരുത് കേട്ടോ. ആ പ്രീവിയസ് ഇയറിൻ്റെ കാര്യമൊക്കെ എപ്പോൾ നോക്കും? അതൊക്കെ വേറെ വർഷങ്ങളിലേ നോക്കുകയുള്ളൂ. നമുക്ക് നമ്മുടെ ഇപ്പോൾ ഉള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയറിലെ കാര്യം മാത്രം എടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മുടെ ഇമ്മീഡിയറ്റ് പ്രീവിയസ് ഇയറിൽ വരുന്ന 3 മാസമാണ്, അതുകൊണ്ട് നമ്മളത് കൺസിഡർ ചെയ്യും. അപ്പോൾ 3 ഇൻറ്റു എത്രയായിരുന്നു റെൻറ്റ്? 30,000 പെർ മന്ത്. സോ 30,000. 3 ഇൻറ്റു 30,000 90,000. അതെന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. 3,60,000 നിന്ന് 90,000 ലെസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 2,70,000 കിട്ടും. ഇതാണ് എന്ത്? ഗ്രോസ് ആനുവൽ വാല്യൂ. ഇനി ഇതിൽ നിന്ന് നമുക്ക് ആനുവൽ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. മുനിസിപ്പൽ ടാക്സിൻ്റെ പേയ്മെൻറ്റിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല, എന്നിരുന്നാലും നമ്മളങ്ങ് എഴുതി കാണിക്കും. എം ടി പെയ്ഡ് ഒന്നുമില്ല, നിൽ. സോ 2,70,000 തന്നെയാണ് എന്ത്? ആനുവൽ വാല്യൂ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ചോദിച്ചാലും ചെയ്യാൻ അറിയാവുന്ന രീതിയിലായിരിക്കണം. അതായത് ഈ ക്വസ്റ്റ്യനിൽ ജൂലൈ തൊട്ടേ അവർക്ക് റെൻറ്റിന് കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. ബാങ്കിന് ജൂലൈ 2019 മുതലാണ് വാടകയ്ക്ക് കൊടുക്കുന്ന കാര്യമൊക്കെ പറയുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ഒരു വർഷത്തിൻ്റെ ആക്ച്വൽ റെൻറ്റും എടുക്കണം. അതങ്ങനെ തന്നെ എടുത്ത് ശീലിക്കണം, ഇല്ല തെറ്റിപ്പോവും. നമ്മളെപ്പോഴും ഇൻറ്റു 12 പെർ മന്ത് കണ്ട് എന്ത് ചെയ്തിരിക്കണം? ഇൻറ്റു 12. ആക്ച്വൽ റെൻറ്റ് എപ്പോഴും ഇൻറ്റു 12 ചെയ്യണം. എന്നിട്ട് അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? അൺറിയലൈസ്ഡ് റെൻറ്റോ അല്ലെങ്കിൽ എക്സ്പെൻസസ് മെറ്റ് ബൈ ദ ഓണർ, ഈ 2 സംഭവം മൈനസ് ചെയ്തിട്ട് വേണം പുറത്തെടുത്ത് എഴുതാൻ. എന്നിട്ട് അവസാനം വേണം ലോസ് ഡ്യൂ ടു വേക്കൻസി മൈനസ് ചെയ്യാൻ. എന്നിട്ട് വേണം എന്തെടുക്കാൻ? ഗ്രോസ് ആനുവൽ വാല്യൂ. ഇതാണ് അതിൻ്റെ ഫോർമാറ്റ്. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ. ഇതിൽ നിങ്ങൾ ആനുവൽ വാല്യൂ കണ്ടുപിടിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. മുനിസിപ്പൽ വാല്യൂ ₹2 lakh, ഫെയർ റെൻറ്റ് ₹1,80,000, സ്റ്റാൻഡേർഡ് റെൻറ്റ് ₹2,50,000, ആക്ച്വൽ റെൻറ്റ് 30,000 പെർ മന്ത്. ബിൽഡിംഗ് റിമെയിൻഡ് വേക്കൻറ്റ് ഫോർ 2 months ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. അൺറിയലൈസ്ഡ് റെൻറ്റ് ₹30,000.
conditions of rule 4 satisfied, municipal tax paid by the owner rupees 15,000 and by the tenant rupees 15,000. Compute annual value. അപ്പം ഇതിലെന്താ കണ്ടുപിടിക്കേണ്ടത്? ആനുവൽ വാല്യൂ. സോ നമ്മുടെ ഹെഡിങ് കമ്പ്യൂട്ടേഷൻ ഓഫ് ആനുവൽ വാല്യൂ. ഓക്കെ, ഫസ്റ്റ് എന്ത് എഴുതണം? ഫെയർ റെൻ്റൽ വാല്യൂ. ഫെയർ റെൻ്റൽ വാല്യൂ എത്രയാണ്? 1,80,000. അടുത്തത് മുനിസിപ്പൽ വാല്യൂ എത്രയാണ്? 2 lakh. നിങ്ങൾ എഴുതുമ്പോൾ FRV എന്ന് MV എന്നൊന്നും എഴുതി കളയല്. നിങ്ങൾ ഫെയർ റെൻ്റൽ വാല്യൂ എന്ന് കംപ്ലീറ്റ് എഴുതിപ്പോവും, അപ്പോൾ തെറ്റത്തുമില്ല. വിച്ച് എവർ ഈസ് ഹയർ? ഏതാണ് ഹയർ? 2 lakh. 2 lakh ഹയർ എന്ന് വരും. ഇനി അടുത്ത എന്തുമായിട്ട് കമ്പയർ ചെയ്യും? സ്റ്റാൻഡേർഡ് റെൻറ്റ്. ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ ചെയ്തോ, ഇത് നോക്കിയിരിക്കണ്ട, നിങ്ങൾ ചെയ്തു. അപ്പം വിച്ച് എവർ ഈസ് ഹയർ നമുക്ക് 2 lakh എന്ന് വന്നു. സ്റ്റാൻഡേർഡ് റെൻറ്റ് നമുക്ക് 2,50,000 എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സോ വിച്ച് എവർ ഈസ് ലോവർ, അതാണ് എന്ത്? നമ്മുടെ എക്സ്പെക്റ്റഡ് റെൻറ്റ് എന്ന് പറയുന്നത് ഏതാണ്? 2 lakh. ഇതാണ് നമ്മുടെ വിച്ച് എവർ ഈസ് ഹയർ. ശരി, 2 lakh എന്ന് വന്നു. ഇതാണ് നമ്മുടെ എക്സ്പെക്റ്റഡ് റെൻറ്റ്. ഇനി എന്തുമായിട്ട് കമ്പയർ ചെയ്യണം? ആക്ച്വൽ റെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യണം. സോ ആക്ച്വൽ റെൻറ്റ് എഴുതുമ്പം ആക്ച്വൽ റെൻറ്റ് എത്രയാണ്? 30,000 പെർ മന്ത് ആണ്. സോ 30,000 ഇൻറ്റു 12 നമുക്ക് 3,60,000 എന്ന് കിട്ടും. അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മൈനസ് ചെയ്യാനുണ്ട്? ഒന്ന് അൺറിയലൈസ്ഡ് റെൻറ്റും ഒന്ന് എക്സ്പെൻസസ് മെറ്റ് ബൈ ദ ഓണറും. അപ്പോൾ ഇതിൽ അൺറിയലൈസ്ഡ് റെൻറ്റ് ഉണ്ടോ? ഉണ്ട്. ക്വസ്റ്റ്യനിൽ ഇവിടെ പറയുന്നുണ്ട് അൺറിയലൈസ്ഡ് റെൻറ്റ് rupees 30,000 എന്ന് പറയുന്നുണ്ട്. സോ 30,000 ഇതിൽ നിന്ന് ലെസ് ചെയ്യണം. എന്തെന്നും പറഞ്ഞ് എഴുതണം? അൺറിയലൈസ്ഡ് റെൻറ്റ് ലെസ് എന്നാണ് എഴുതിയത്. അൺറിയലൈസ്ഡ് റെൻറ്റ്. സ്പെല്ലിംഗ് ഒക്കെ ഞാൻ ആ ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി. ഇവിടെ കറക്റ്റ് സ്പെല്ലിംഗ് ഉണ്ട്. ഞാൻ എഴുതുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് വ്യക്തമല്ലായിരിക്കും. സോ ക്വസ്റ്റ്യൻ നോക്കി എഴുതുക. 3,60,000 നിന്ന് 1,30,000 മൈനസ് ചെയ്യണം. എക്സ്പെൻസസ് മെറ്റ് ബൈ ദ ഓണർ വല്ലതും ഉണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ല. പ്ലംബിങ്ങിൻ്റെ കാര്യമോ പാർക്കിങ്ങിൻ്റെ സൗകര്യം കൊടുത്ത കാര്യമോ ഒന്നും പറയുന്നില്ല. സോ ഇത് മാത്രമേ ഉള്ളൂ മൈനസ് ചെയ്യാൻ. 30,000 ഞാൻ ബ്രാക്കറ്റ് ഇട്ടതാണ്, അത് 1 എന്ന് വായിച്ചു. നിങ്ങൾ അങ്ങനെ ഒന്നും എഴുതല്ല. 3,60,000 നിന്ന് 30,000 പോകുമ്പോൾ 3,30,000. ഇതാണ് എന്ത്? നമ്മുടെ ആക്ച്വൽ റെൻ്റ് എന്ന് പറയുന്നത്. ഇനി ഈ 3,30,000 2 lakh കൂടെ കമ്പയർ ചെയ്ത് വിച്ച് എവർ ഈസ് ഹയർ? ഏതായിരിക്കും ഹയർ? 2 lakh ആണോ 3,30,000 ആണോ? 3,30,000. ഈ 3,30,000 നമ്മൾ എന്തെന്നും പറഞ്ഞെഴുതും? വിച്ച് എവർ ഈസ് ഹയർ എന്ന് തന്നെ പറഞ്ഞെഴുതും. ഇനി ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? നമുക്ക് ലോസ് ഡ്യൂ ടു വേക്കൻസി ലെസ് ചെയ്യണം. അപ്പോൾ ലെസ് ലോസ് ഡ്യൂ ടു വേക്കൻസി. എത്രയാണ് ലോസ്? ബിൽഡിംഗ് റിമെയിൻഡ് വേക്കൻറ്റ് ഫോർ 2 months ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. അപ്പോൾ എത്ര മാസമാണ് വേക്കൻസി? 2 മാസം. അപ്പോൾ എപ്പോഴും വേക്കൻസി എന്ന് പറയുന്നത് മാസത്തിലേ തരുള്ളൂ. അപ്പോൾ നിങ്ങൾ അതിനെ എമൗണ്ടിലേക്ക് മാറ്റണം. എങ്ങനെയാണ്? ഇപ്പോൾ അറിയാമല്ലോ, 2 ഇൻറ്റു എന്ത് നോക്കിയാൽ മതി? ആക്ച്വൽ റെൻറ്റിൻ്റെ ബേസിൽ എടുത്താൽ മതി. 2 ഇൻറ്റു 30,000 എന്ന് പറയുമ്പോൾ എത്രയാണ്? 60,000. ഇതാണ് ലോസ്. ഈ 2 മാസത്തിൻ്റെ ലോസ് എന്ന് പറയുന്നത് ഇതാണ്. 3,30,000 നിന്ന് 60,000 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2,90,000 അല്ല, സോറി, 2,90,000 എന്ന് കിട്ടും. 2,70,000 എന്ന് കിട്ടും. 2,70,000 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ 2,70,000 ആണ് എന്ത്? ഗ്രോസ് ആനുവൽ വാല്യൂ. ഇനി ഇതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? മുനിസിപ്പൽ ടാക്സ് ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യണം. അപ്പോൾ മുനിസിപ്പൽ ടാക്സിന് ഇവിടെ ഒരു പുതിയൊരു സംഭവം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോവാം. നമുക്കറിയാം, ഇതുവരെ നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം ഗ്രോസ് ആനുവൽ വാല്യൂ ആണെന്ന് അറിയാം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഇനി എന്ത് ചെയ്യണം? ആനുവൽ വാല്യൂ കണ്ടുപിടിക്കാൻ മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് മൈനസ് ചെയ്യണം. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ നോക്കി അറിയാം, മുനിസിപ്പൽ ടാക്സിൻ്റെ കേസിൽ മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ദ ഓണറും ഉണ്ട് ആൻഡ് ബൈ ദ ടെനൻറ്റും ഉണ്ട്. അപ്പോൾ 2 എമൗണ്ട് തന്നിട്ടുണ്ട്, രണ്ടും പെയ്ഡാണ്. പ്രീവിയസ് ഇയർ എന്നൊന്നും എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ പ്രീവിയസ് ഇയർ ആണെന്ന് നമ്മളങ്ങ് എടുക്കും. പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞില്ലെങ്കിൽ പ്രീവിയസ് ഇയർ ആണെന്ന് തന്നെ അങ്ങ് എടുക്കണം. പക്ഷേ രണ്ട് എമൗണ്ട് തന്നിട്ടുണ്ട്, 2 പേര് അടച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ രണ്ടും എടുക്കുമോ അതോ ഇതിലേതെങ്കിലും ഒന്നേ എടുക്കുകയുള്ളൂ? എങ്ങനെയാണ് പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? മുനിസിപ്പൽ ടാക്സിൻ്റെ കേസിൽ മുനിസിപ്പൽ ടാക്സ്
പെയ്ഡ് ബൈ ദ ഓണർ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. അത് അങ്ങനെ വ്യക്തമായിട്ട് ആ ഒരു സെൻറ്റൻസ് അങ്ങനെ തന്നെ പഠിക്കണം. മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ദ ഓണർ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. അതാണ് അതിൻ്റെ ഫുൾ അത് ഡിഡക്റ്റ് ചെയ്യാനുള്ള കണ്ടീഷൻ. ആ ഒരു പർട്ടിക്കുലർ സെൻറ്റൻസിൽ കംപ്ലീറ്റ് ഉണ്ട്. അതായത് മുനിസിപ്പൽ ടാക്സ് പേയ്മെൻറ്റ് നടത്തിയിരിക്കണം, പെയ്ഡ് ആയിരിക്കണം, ബൈ ദ ഓണർ തന്നെ ആയിരിക്കണം. അപ്പോൾ ടെനൻറ്റ് പേയ്മെൻറ്റ് നടത്തിയതോ അതെടുക്കാൻ പാടില്ല. മനസ്സിലായോ? പെയ്ഡ് ബൈ ദ ഓണർ മാത്രമേ എടുക്കാവൂ. അതും ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ തന്നെ ആയിരിക്കണം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ പറഞ്ഞിട്ടില്ല, സോ നമ്മൾ അത് അങ്ങനെ തന്നെ എടുക്കുന്നു. പെയ്ഡ് ബൈ ദ ഓണറും ടെനൻറ്റും രണ്ടും തന്നിട്ടുണ്ടെങ്കിൽ ആരെ മാത്രമേ എടുക്കാവൂ? ഓണറിനെ മാത്രമേ എടുക്കാവൂ. അപ്പോൾ ടെനൻറ്റ് അടയ്ക്കുന്ന കാശോ അതെടുക്കരുത്. മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ദ ഓണർ അത് തന്നെ എടുക്കണം. എത്രയാണ് എമൗണ്ട്? 15,000. അത് മാത്രമേ എടുക്കൂ. അപ്പോൾ 2,70,000 നിന്ന് 15,000 പോയി കഴിയുമ്പം നമുക്ക് 2,55,000 എന്ന് കിട്ടും. അതാണ് എന്ത്? ആനുവൽ വാല്യൂ. ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് 2,55,000 എന്ന് കിട്ടും. ഈ കേസിൽ മുനിസിപ്പൽ ടാക്സ് ആണ് നിങ്ങൾക്കൊരു പുതിയൊരു സംഭവമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ആക്ച്വലി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് പഠിച്ചു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പറയുമ്പം ഞാൻ പറയാതെ തന്നെ ചിലപ്പോൾ നിങ്ങളൊക്കെ പലരും മനസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു കാണും, ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞാൻ പറഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലൊന്നും വ്യക്തമായിട്ടിരുന്ന് കാണുകയോ കേൾക്കുകയോ ഒന്നും ചെയ്തില്ല. മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ദ ഓണർ മാത്രമേ എടുക്കാവൂ. അപ്പോൾ 2,55,000 എന്ന ആനുവൽ വാല്യൂ കിട്ടും. ഇതുവരെ ഓക്കെ ആണല്ലോ? ഇനി ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ തന്ന പോലെ H1, H2, H3, H4, H5 5 വീടുണ്ട്. അപ്പോൾ ഈ 5 വീട് നിങ്ങൾ ചെയ്യണം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒരു വേറെ ഇത് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമുക്ക് നോക്കാം. ആനുവൽ റെൻറ്റ് തന്നിട്ടുണ്ട്. ആനുവൽ റെൻ്റ് എന്ന് വെച്ചാൽ എന്താണ്? ആക്ച്വൽ റെൻ്റ് എന്ന് തന്നെയാണ്. ആക്ച്വൽ റെൻറ്റിനെ നമ്മൾ ചിലപ്പോൾ ആനുവൽ റെൻ്റ് എന്നും പറയാം. വർഷം തോറും എല്ലാം തരുന്നത്. സോ വർഷം മൊത്തം കിട്ടിയ റെൻ്റ് എന്നാണ്, ആക്ച്വൽ റെൻ്റ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ മുനിസിപ്പൽ വാല്യൂ തന്നിട്ടുണ്ട്, ഫെയർ റെൻ്റിൽ തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് റെൻ്റ് തന്നിട്ടുണ്ട്. ഒക്കെ നിങ്ങൾക്ക് അറിയാം. അൺറിയലൈസ്ഡ് റെൻ്റ് തന്നിട്ടുണ്ട്. പക്ഷേ അൺറിയലൈസ്ഡ് റെൻ്റ് 2 വർഷങ്ങളുടെ തന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഏത് വർഷം എടുക്കും? അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഡൗട്ടൊക്കെ വരുവാണെങ്കിൽ എവിടെയെങ്കിലും സൈഡിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെച്ചോണം. അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ മുനിസിപ്പൽ ടാക്സിൻ്റെ കേസാണെങ്കിൽ മുനിസിപ്പൽ ടാക്സിന് പെയ്ഡ് ആയിരിക്കണം, അതൊരു കണ്ടീഷൻ. ബൈ ദ ഓണർ ആയിരിക്കണം, രണ്ടാമത്തെ കണ്ടീഷൻ. മൂന്നാമത്തെ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. മുനിസിപ്പൽ ടാക്സിനെ സംബന്ധിച്ച് ഈ 3 കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ എമൗണ്ട് എടുക്കാവൂ. അതുപോലെ അൺറിയലൈസ്ഡ് റെൻറ്റിനും കണ്ടീഷനുണ്ട്. നമ്മൾ നേരത്തെ പഠിക്കുന്ന കണ്ടീഷൻ, തിയററ്റിക്കലി പഠിക്കുന്ന കണ്ടീഷൻ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രോബ്ലം വൈസ് നോക്കുമ്പോൾ അൺറിയലൈസ്ഡ് റെൻ്റ് ഉണ്ടെങ്കിൽ അത് പ്രീവിയസ് ഇയറിൽ ഉണ്ടായ അൺറിയലൈസ്ഡ് റെൻ്റ് നമ്മളിവിടെ കൺസിഡർ ചെയ്യും. അതായത് നമ്മളിപ്പോൾ കഴിഞ്ഞ വർഷത്തെ കാര്യങ്ങളാണ് ഈ വർഷം നമ്മൾ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം കിട്ടാതെ പോയ കാശ് ഈ വർഷമായിരിക്കും നമ്മൾ കണക്ക് കൂട്ടി കാണിക്കുന്നത്. നമ്മൾ ഓരോ വർഷത്തെയും വരുമാനമാണ് കണക്ക് കൂട്ടുന്നത്. സോ കഴിഞ്ഞ വർഷം കിട്ടാതെ പോയ കണക്കോ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം കിട്ടിയ കണക്കൊന്നും ഈ വർഷം കാണിക്കത്തില്ല. അതൊക്കെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ കാണിക്കണമായിരുന്നു. മനസ്സിലായോ? അപ്പോൾ കഴിഞ്ഞ വർഷം വരുന്ന അൺറിയലൈസ്ഡ് റെൻ്റ് മാത്രമേ എടുക്കാവൂ. ഈ ക്വസ്റ്റ്യനിൽ അൺറിയലൈസ്ഡ് റെൻ്റ് 2019-20 ഉണ്ട്, 2018-19 ഉണ്ട്. ഇതിലേതാണ് നമ്മുടെ പ്രീവിയസ് ഇയർ? ഇപ്പോഴത്തെ പ്രീവിയസ് ഇയർ 2019-20 ആണ് നമ്മുടെ പ്രീവിയസ് ഇയർ. സോ ഇതിൻ്റെ അൺറിയലൈസ്ഡ് റെൻ്റ് മാത്രം ഈ 2019-20 മാത്രമേ എടുക്കാവൂ. 2018-19 എടുക്കരുത്. കാരണം അത് നമ്മുടെ പ്രീവിയസ് ഇയർ അല്ല. പിന്നെ മുനിസിപ്പൽ ടാക്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. മുനിസിപ്പൽ ടാക്സിൻ്റെ എമൗണ്ട് ഒന്നും തന്നിട്ടില്ല. ഡ്യൂ, പെയ്ഡ്, പെയ്ഡ്, ഡ്യൂ, പെയ്ഡ് എന്നേ തന്നിട്ടുള്ളൂ. അപ്പം ബ്രാക്കറ്റിലൊരു 5% പറഞ്ഞിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ എന്തിൻ്റെ 5% എടുക്കണം മുനിസിപ്പൽ ടാക്സ് കിട്ടണമെങ്കിൽ? മുനിസിപ്പൽ വാല്യൂവിൻ്റെ 5% ആയിരിക്കും മുനിസിപ്പൽ ടാക്സ്. എപ്പോഴും മുനിസിപ്പൽ വാല്യൂവിൻ്റെ ഒരു പെർസെൻറ്റേജ് ആണ് മുനിസിപ്പൽ ടാക്സ് ആയിട്ട് അടയ്ക്കുന്നത്. സോ മുനിസിപ്പൽ വാല്യൂവിൻ്റെ 5% എടുക്കണം. അത് എടുക്കുമ്പോൾ ഹൗസ് 1-ന് ലെസ് ചെയ്യുമോ? ഹൗസ് 1-ന് ലെസ് ചെയ്യില്ല, അത് ഡ്യൂ ആണ്. ഹൗസ് 2-നോ? അത് ചെയ്യും. പെയ്ഡ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ലെസ് ചെയ്യും. ഹൗസ് 3-ന് ലെസ് ചെയ്യും. ഹൗസ് 4-ന് മുനിസിപ്പൽ ടാക്സ് ലെസ് ചെയ്യില്ല. ഹൗസ് 5-ന് ലെസ് ചെയ്യും. അപ്പോൾ ഹൗസ് 1-നും ഹൗസ് 4-നും ലെസ് ചെയ്യില്ല. കാരണം എന്താണ്? അത് ഡ്യൂ ആണ്. ഡ്യൂ വന്നാൽ നമ്മൾ ലെസ് ചെയ്യത്തില്ല. പെയ്ഡ് വന്നാൽ മാത്രമേ മുനിസിപ്പൽ ടാക്സ് എടുക്കുകയുള്ളൂ. ഓക്കെ ആണല്ലോ? ഇത് നിങ്ങൾക്ക് ഇപ്പം ഞാൻ തരുന്ന വർക്കാണ്. അതായത് നിങ്ങളിത് ഇപ്പം തന്നെ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുമ്പോൾ തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത അവർ
അപ്പം ഞാൻ നിങ്ങൾക്ക് ഉള്ള അവറിൻ്റെ നെക്സ്റ്റ് അവർ ഈ വർക്ക് നിങ്ങൾ തന്നെ ചെയ്ത് കാണിക്കണം. നിങ്ങൾ ചെയ്തിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യണ്ട, നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് എനിക്ക് തന്നാൽ മതി. കാരണം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുമ്പോൾ പലരും ചിലപ്പോൾ നോക്കി എഴുതാനൊരു ടെൻഡൻസി വന്നെന്നിരിക്കാം. സോ നിങ്ങൾ എനിക്ക് ഇൻഡിവിജ്വലായിട്ട് ഷെയർ ചെയ്ത് തന്നാൽ മതി. പ്രത്യേകം എടുത്ത് പറയണം, ആരും ഗ്രൂപ്പിൽ ഇടണ്ട, എനിക്ക് ഇൻഡിവിജ്വലായിട്ട് മെസ്സേജ് ചെയ്ത് തന്നാൽ മതി. നിങ്ങൾ ഈ 5 കേസും നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഹൗസ് 1, ഹൗസ് 2, ഹൗസ് 3, ഹൗസ് 4 അങ്ങനെ എല്ലാം എമൗണ്ട് കോളവും മേളിൽ വരുന്ന രീതിയിൽ ജസ്റ്റ് വരച്ച് ചെയ്താൽ മതി. സെപ്പറേറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. സെപ്പറേറ്റ് ചെയ്താൽ അങ്ങനെ എനിക്ക് ഫോട്ടോ എടുത്തിട്ട് തരാം. ഓക്കെ ആണല്ലോ? ഇതിപ്പോൾ ചെയ്യുക. ആ വർക്ക് എനിക്ക് കാണണം. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം, എന്നിട്ട് നിങ്ങൾ ചെയ്ത് തുടങ്ങിയാൽ മതി. അടുത്തൊരു മണിക്കൂർ കംപ്ലീറ്റ് ഉണ്ട്, സോ സമയമുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ മാത്രം എന്നെ ഇപ്പോൾ ചെയ്ത് കാണിച്ചാൽ മതി. So Mr. Lal has a let out property in Bhopal having municipal valuation of rupees 2 lakh and fair rental value is rupees 1,80,000. Actual rent received by him was rupees 20,000 per month. However, he provided some additional facilities to the tenant, including water charges rupees 3,000, salary of gardener rupees 500 per month, lift operator salary rupees 4,000, and lighting of staircase rupees 2,000. Further, he paid for new water connection which was installed during the year with a capital cost of rupees 15,000 and also paid rupees 50 per month as salary to a person who was appointed to collect the rent. He paid 5% of the municipal valuation as tax for the previous year, and advance payment of rupees 5,000 was also made for the year 2020-2021. ഫൈൻഡ് ആനുവൽ വാല്യൂ. അപ്പം നമ്മൾ പഠിച്ചതിൻ്റെ എല്ലാം കൂടെ ഒരു ഏകദേശം മിക്സാണ് ഈ ക്വസ്റ്റ്യൻ. അതായത് ഇതിൻ്റെ അകത്ത് നമ്മൾ ഇത്രയും കണക്ക് ചെയ്യാത്തതിൻ്റെ കുറച്ച്, അതായത് എക്സ്പെൻസസ് മെറ്റ് ബൈ ദ ഓണർ നമ്മൾ ഇത്രയും നേരം ഒരു ക്വസ്റ്റ്യനിൽ കണ്ടില്ല. അപ്പോൾ അത് വന്നാൽ എങ്ങനെയാണെന്നുള്ളതാണ് ഈ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ ഞാൻ ആഡ് ചെയ്തത്. അതുകൂടാതെ മുനിസിപ്പൽ ടാക്സിൻ്റെ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. അൺറിയലൈസ്ഡ് റെൻറ്റ് എന്തായാലും ഇതിൽ വന്നിട്ടില്ല. സോ ബാക്കിയെല്ലാം ഞാനിതിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം അൺറിയലൈസ്ഡ് റെൻറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും, അത് ഓൾറെഡി നിങ്ങൾ പഠിച്ചു കാണും. അതുപോലെ ലോസ് ഡ്യൂ ടു വേക്കൻസി നിങ്ങൾക്ക് മനസ്സിലായി. ഇനി പഠിക്കാനുള്ളത് ഏതാണ്? എക്സ്പെൻസസ് മെറ്റ് ബൈ ദ ഓണർ. ഓക്കെ, അപ്പം ഫസ്റ്റ് എന്താണ് കണ്ടുപിടിക്കേണ്ട? ആനുവൽ വാല്യൂ. സോ നമ്മുടെ ഹെഡിങ് കമ്പ്യൂട്ടേഷൻ ഓഫ് ആനുവൽ വാല്യൂ റുപ്പി. ഫസ്റ്റ് എന്തെഴുതും? ഫെയർ റെൻ്റൽ വാല്യൂ. ഫെയർ റെൻ്റൽ വാല്യൂ ഉണ്ടോ ക്വസ്റ്റ്യനിൽ? മുനിസിപ്പൽ വാല്യൂ തന്നിട്ടുണ്ട്. ഫെയർ റെൻ്റൽ വാല്യൂ 1,80,000. അതുപോലെ മുനിസിപ്പൽ വാല്യൂ എത്രയായിരുന്നു? 2 lakh. സോ വിച്ച് എവർ ഈസ് ഹയർ ഏതാണ്? 2 lakh. ഇനി അത് ഏതുമായിട്ട് കമ്പയർ ചെയ്യണം? സ്റ്റാൻഡേർഡ് റെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യണം. സ്റ്റാൻഡേർഡ് റെൻറ്റ് എത്രയാണ്? ആക്ച്വൽ റെൻറ്റ് റിസീവ്ഡ് ബൈ ഹിം തന്നിട്ടുണ്ട്. ഹി പ്രൊവൈഡഡ് സം അഡീഷണൽ ഫെസിലിറ്റിയുടെ കാര്യം പറയുന്നുണ്ട്. ഫർദർ ഹി പെയ്ഡ് ന്യൂ വാട്ടർ ഇൻസ്റ്റാളേഷൻ, അതൊക്കെ പറയുന്നുണ്ട്. മുനിസിപ്പൽ ടാക്സും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്ത് പറയുന്നില്ല? സ്റ്റാൻഡേർഡ് റെൻ്റ് ഇല്ല. സോ സ്റ്റാൻഡേർഡ് റെൻറ്റിൻ്റെ അവിടെ ഡാഷ്. അപ്പോൾ എത്രയാണ് നമുക്ക്? വിച്ച് ഈസ് ഹയർ ഏത്? എക്സ്പെക്റ്റഡ് റെൻറ്റ് ഏത് തന്നെ വരും? വിച്ച് ഈസ് ലോവർ? വിച്ച് ഈസ് ലോവർ ഏത് തന്നെ വരും? 2 lakh തന്നെ വരും. എക്സ്പെക്റ്റഡ് റെൻറ്റ് എന്ന് പറയുന്നത് 2 lakh. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ആക്ച്വൽ റെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യണം. ആക്ച്വൽ റെൻറ്റ് എത്രയാണ്? ആക്ച്വൽ റെൻറ്റ് റിസീവ്ഡ് ബൈ ഹിം rupees 20,000 per month. So 20,000 into 12. 20,000 into 12, 2,40,000. ഇനി എന്ത് ചെയ്യണം? ഞാനിതിപ്പം പുറത്തെടുത്ത് എഴുതി. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അൺറിയലൈസ്ഡ് റെൻ്റ് ഉണ്ടോ എന്നെല്ലാം നോക്കിയിട്ട് കറക്റ്റായിട്ട് ചെയ്യാം. ശരിയാണ്, നമുക്ക് എഴുതാൻ പറ്റില്ലല്ലോ. കാരണം എന്താണ്? നമുക്ക് എക്സ്പെൻസസ് ഒക്കെ ഉണ്ട്. ഞാൻ പെട്ടെന്ന് എടുത്ത് എഴുതി. നിങ്ങൾക്ക് തെറ്റിക്കരുത്, ഞാൻ തെറ്റിച്ച പോലെ നിങ്ങൾ തെറ്റിക്കരുത്. സൂക്ഷിച്ച് ചെയ്യണം. ശരി, കാരണം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൊത്തത്തിൽ ഇങ്ങനെ വെട്ടാനേ പറ്റൂ. അപ്പോൾ എനിക്കിതായതുകൊണ്ട് എനിക്ക് ബാക്ക് അടിച്ച് പോവാം. ശരി, അപ്പോൾ ആക്ച്വൽ റെൻറ്റ് എഴുതുന്നു. ആക്ച്വൽ റെൻറ്റ് എത്രയായിരുന്നു? 20,000 per month. സോ 20,000 into 12 എന്ന് പറയുമ്പോൾ 2,40,000 എന്ന് കിട്ടും. നമ്മൾ അകത്ത് എഴുതുന്നു. ഇനി ഇതിൽ നിന്ന് എന്തൊക്കെ മൈനസ് ചെയ്യണം? ഒന്ന് അൺറിയലൈസ്ഡ് റെൻറ്റ് മൈനസ് ചെയ്യണം, പിന്നൊന്ന് എക്സ്പെൻസസ് മെറ്റ് ബൈ ദ ഓണർ മൈനസ് ചെയ്യണം. ഈ കേസിൽ അൺറിയലൈസ്ഡ് റെൻറ്റ് ഇല്ല, പിന്നെ എന്തുണ്ട്? എക്സ്പെൻസസ് മെറ്റ് ബൈ ദ ഓണർ ഉണ്ട്. അപ്പോൾ അത് എഴുതണം. എക്സ്പെൻസസ് മെറ്റ് ബൈ ദ ഓണർ.
ഇപ്പം എക്സ്പെൻസസ് മെറ്റ് ബൈ ദ ഓണറിൽ ഏതൊക്കെ എക്സ്പെൻസസ് എടുക്കും? ഇനി അതൊരു ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെ എക്സ്പെൻസസ് നമ്മൾ എടുക്കണം, ഏതൊക്കെ എടുക്കണ്ട നോക്കാം. ഹൗഎവർ ഹി പ്രൊവൈഡഡ് സം അഡീഷണൽ ഫെസിലിറ്റീസ് ടു ദ ടെനൻറ്റ് ഇൻക്ലൂഡിങ് എന്തൊക്കെ? വാട്ടർ ചാർജ്, വാട്ടർ ബില്ല് അതെടുക്കാമോ? എടുക്കാം. വാട്ടർ ബില്ലൊക്കെ നമുക്ക് എടുക്കാം. കാരണം എന്തുകൊണ്ടാണ്? വാട്ടർ ചാർജ് അല്ലേ, അത് നമുക്ക് എല്ലാ മാസവും ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതെന്ത് നേച്ചറിലാണ്? റവന്യൂ നേച്ചറിലാണ്. അപ്പോൾ അതൊക്കെ എടുക്കാം. എന്തായാലും ഇങ്ങനെ പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഇവിടെ പറയുന്ന ഈ ക്വസ്റ്റ്യനിൽ പറയുന്ന ഐറ്റംസ് കുറേ ഉണ്ട്, അതൊക്കെ തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കത്തുള്ളൂ. അപ്പോൾ വാട്ടർ ചാർജ് അതെടുക്കാം. അപ്പോൾ വാട്ടർ ചാർജ് എന്ന് പറഞ്ഞ് എഴുതുക. എത്രയുണ്ട്? 3000. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ 2,40,000 നേരെ ഞാൻ 3,000 എഴുതുന്നില്ല, പകരം കുറച്ചുകൂടെ ലെഫ്റ്റിലോട്ട് മാറ്റി 3,000 എഴുതി. അങ്ങനെ എല്ലാ എക്സ്പെൻസസും കൂടി എഴുതിയിട്ട് കിട്ടുന്ന ടോട്ടൽ ഞാൻ 2,40,000 നിന്ന് ടോട്ടൽ എഴുതിയിട്ട് കുറയ്ക്കാനാണ് എൻ്റെ, അങ്ങനെ ഒരു വൃത്തിയായിട്ട് എഴുതാനാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യുക. ദെൻ അടുത്ത ഏതെടുക്കും? സാലറി ഓഫ് ഗാർഡനർ. ഇപ്പം ഞാൻ പറഞ്ഞു ഗാർഡനൊക്കെ ഉണ്ടെങ്കിൽ ആ ഗാർഡനെ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് ഒരുത്തനെ നിർത്തിയിട്ടുണ്ടാവും. അപ്പോൾ ആ പുള്ളിക്ക് കൊടുക്കുന്ന കാശും ആരാണ്? ഓണറാണ് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും നമുക്ക് എടുക്കാം. അപ്പോൾ സാലറി ടു ഗാർഡനർ എത്രയാണ്? സാലറി 500 പെർ മന്ത് ആണ്. അപ്പോൾ നമ്മൾ എന്താക്കണം? അതിനെ ഇൻ ഇയർ ആക്കണം. അപ്പോൾ 500 × 12 6,000 എന്ന് വരും. 500 × 12 ചെയ്തുകൊണ്ടാണ് അത് കിട്ടിയത് 6,000. ദെൻ ഇനി അടുത്ത എന്ത് ചെയ്യണം? അടുത്ത ആരാണ്? ലിഫ്റ്റ് ഓപ്പറേറ്റർ. ലിഫ്റ്റ് ഓപ്പറേറ്റർ നമുക്ക് ലിഫ്റ്റിനുള്ളതും നമുക്ക് എടുക്കാം. ലിഫ്റ്റ് എത്രയാണ്? ലിഫ്റ്റ് ഓപ്പറേറ്ററിന് 4,000. അപ്പോൾ 4,000 എന്നേ പറഞ്ഞിട്ടുള്ളൂ, പെർ മന്ത് എന്നൊന്നും പറഞ്ഞിട്ടില്ല. സോ × 12 ചെയ്യരുത്. അപ്പോൾ സൂക്ഷിച്ച് ചെയ്യണം, പെർ മന്ത് പറഞ്ഞാലേ എടുക്കാവൂ. ഇനി ഏതുണ്ട്? ലൈറ്റിങ്ങും കൂടെ ഉണ്ട്. അതിനെത്രയാണ്? 2,000. അപ്പോൾ എനിക്കിതിവിടെ എഴുതാൻ സ്ഥലമില്ല, ഞാനിവിടെ സൈഡിലോട്ട് ഇങ്ങനെ എഴുതുകയാണ്. നിങ്ങൾ കറക്റ്റായിട്ട് ലൈറ്റിംഗ് എന്ന് എഴുതണം. ഓക്കെ, 2,000. ഇനി എന്തെങ്കിലും ഉണ്ടോ? ലൈറ്റിങ്ങും കൂടെ എടുത്തു. ലൈറ്റിംഗ് എന്ന് ഇവിടെ എഴുതണേ. ലിഫ്റ്റ് ഓപ്പറേറ്ററിന് കഴിഞ്ഞിട്ട് ലൈറ്റിംഗ് കൂടെ എഴുതണേ. ദെൻ അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? ഫർദർ ഹി പെയ്ഡ് ഫോർ ന്യൂ വാട്ടർ കണക്ഷൻ വിച്ച് വാസ് ഇൻസ്റ്റാൾഡ് ഡ്യൂറിങ് ദ ഇയർ വിത്ത് എ ക്യാപിറ്റൽ കോസ്റ്റ് ഓഫ് ₹15,000. ഞാൻ പറഞ്ഞു ക്യാപിറ്റൽ നേച്ചറിലുള്ളതൊന്നും എടുക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുമോ അല്ലെ ആദ്യമായിട്ട് മേടിക്കുന്ന സമയത്തുണ്ടാകുന്ന കോസ്റ്റ് എടുക്കരുത്, പിന്നീട് വരുന്നതൊക്കെ എടുക്കാം. അപ്പം ഇത് ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. എന്ത്? ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് അവർ എടുത്ത് തന്നെ പറയുന്നുണ്ട്. സോ ക്യാപിറ്റൽ കോസ്റ്റിലുള്ളതൊന്നും എടുക്കരുത്, അപ്പോൾ അതെടുക്കണ്ട. അടുത്ത എന്താണ്? ആൻഡ് ഓൾസോ പെയ്ഡ് ₹50 പെർ മന്ത്. ആൻഡ് ഓൾസോ പെയ്ഡ് ₹50 പെർ മന്ത് ആസ് സാലറി ടു എ പേഴ്സൺ ഹു വാസ് അപ്പോയിൻറ്റഡ് ടു കളക്ട് ദ റെൻറ്റ്. അപ്പോൾ അതെന്താ സംഭവം? ഇപ്പം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഓണർ ഫെസിലിറ്റീസ് എന്തെങ്കിലും വാടകക്കാരന് കൊടുക്കുവാണെങ്കിൽ ഈ ഫെസിലിറ്റീസിൻ്റെയൊക്കെ ബെനിഫിറ്റ് ആർക്കാണ് കിട്ടുന്നത് നോക്കണം. അതായത് ഇപ്പം നമ്മളൊരു ഗാർഡനറിനെ വെച്ച് കൊടുക്കുന്ന കാര്യം പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ്? ആ വീടിന് മുമ്പിലുള്ള ഗാർഡൻ എല്ലാം വൃത്തിയാക്കി വെക്കാനാണ്. അപ്പോൾ അത് ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്? ടെനൻറ്റിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. കാരണം ടെനൻറ്റിനാണ് അതിൻ്റെ ബെനിഫിറ്റ്. ആ ഗാർഡൻ എല്ലാം വൃത്തിയായിട്ടിരുന്നാൽ അയാളുടെ ഗസ്റ്റ് വീട്ടിലോട്ട് വരുമ്പോൾ അയാളോടൊരു ഇമ്പ്രഷൻ തോന്നും. ആരോട്? ഈ വാടകക്കാരനോടെ ഇമ്പ്രഷൻ തോന്നത്തുള്ളൂ. സോ ഈ വാടകക്കാരന് വേണ്ടിയിട്ടാണ്. ആ ബെനിഫിറ്റ് ആർക്കാണ് കിട്ടുന്നത്? വാടകക്കാരനാണ്. അതുപോലെ വാട്ടർ ചാർജ് പറഞ്ഞു. വാട്ടർ ആരാ ഉപയോഗിച്ചത്? വാടകക്കാരനാണ് ഉപയോഗിച്ചത്. വാടകക്കാരന് വേണ്ടിയിട്ടാണ് ഓണർ അടയ്ക്കുന്നത്. സോ അവിടെയും ബെനിഫിറ്റ് ആർക്ക് കിട്ടി? വാടകക്കാരന് അല്ലെങ്കിൽ ടെനൻറ്റിന് കിട്ടി. അതുപോലെ ലൈറ്റിംഗ് ഓഫ് സ്റ്റെയർ കേസിലൊക്കെ ലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് ആർക്കാ? കാരണം വാടകക്കാരനല്ലേ അവിടെ താമസിക്കുന്നത്. സോ അതിൻ്റെയും ബെനിഫിറ്റ് വാടകക്കാരന് തന്നെ. അതുപോലെ ലിഫ്റ്റ് ഓപ്പറേറ്റർ. ലിഫ്റ്റ് എവിടെയുള്ള ലിഫ്റ്റിൻ്റെ കാര്യമാണ്? വാടക വീട്ടിലുള്ള ലിഫ്റ്റിൻ്റെ കാര്യമാണ്. സോ അതും വാടകക്കാരന് തന്നെയാണ് അതിൻ്റെയും ബെനിഫിറ്റ്. അപ്പം ഈ പറഞ്ഞ കേസിലെല്ലാം ഇതിൻ്റെ ബെനിഫിറ്റ് ശരിക്കും ആർക്കാണ്? വാടകക്കാരനാണ്. അപ്പോൾ ഈ ബെനിഫിറ്റ് വാടകക്കാരന് കിട്ടുകയും അതിൻ്റെ കോസ്റ്റ് എല്ലാം ഓണർ അടയ്ക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ശരിക്കും ഇവിടെ മൈനസ് ചെയ്യാൻ എടുക്കുന്നത്. ഓക്കെ ആണോ? ശരിക്കും അതിൻ്റെ ബെനിഫിറ്റ് ആർക്ക് കിട്ടി? വാടകക്കാരന് കിട്ടി. അതിൻ്റെ കോസ്റ്റ് ഫുൾ ഓണറാണ് മീറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് എക്സ്പെൻസസ് മെറ്റ് ബൈ ഓണർ എന്നും പറഞ്ഞ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ആക്ച്വലി ഓണർ കൊടുത്ത കാശിനൊന്നും ഓണറിന് ബെനിഫിറ്റ് കിട്ടിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ അയാളുടെ വരുമാനത്തിൽ നിന്ന് അതങ്ങ് കുറയ്ക്കുന്നത്. ഇനി ഇപ്പോൾ പറഞ്ഞൊരു സംഭവം, അതായത് ഓൾസോ പെയ്ഡ് ₹50 പെർ മന്ത് ആസ് സാലറി ടു എ പേഴ്സൺ ഹു വാസ് അപ്പോയിൻറ്റഡ് ടു കളക്ട് ദ റെൻറ്റ്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഏതോ ഒരു വ്യക്തിക്ക് ടു എ പേഴ്സൺ ആർക്കോ വേണ്ടിയിട്ട് 50 പെർ മന്ത് സാലറി ആയിട്ട് കൊടുത്തു. 50 രൂപ പ്രതിമാസം സാലറി ആയിട്ട് കൊടുക്കുന്നു. ഹു വാസ് അപ്പോയിൻറ്റഡ് ടു കളക്ട് ദ റെൻറ്റ്.
അപ്പം അയാളെ അപ്പോയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തിനാണ്? വാടക കളക്ട് ചെയ്യാനായിട്ടാണ്. അപ്പം വാടക കളക്ട് ചെയ്യാനായിട്ട് ഒരുത്തനെ നിർത്തിയാൽ ആക്ച്വലി അതിൻ്റെ ബെനിഫിറ്റ് ആർക്കാണ്? ഒരിക്കലും വാടകക്കാരനെന്ന് പറയരുത്. കാരണം വാടകക്കാരന് വാടക കാശ് കൊടുക്കണം എന്നേ ഉള്ളൂ. അത് ഓണറിൻ്റെ വീട്ടിൽ പോയി കൊടുക്കണമെന്നൊന്നുമില്ല. ഓണർ വേണമെങ്കിൽ വീട്ടിൽ വന്ന് വാടകക്കാരൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് മേടിക്കണം. ഓക്കെ, അല്ലാതെ വാടകക്കാരന് ഓണറിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാനൊന്നും റെസ്പോൺസിബിലിറ്റി ഇല്ല. വാടക കാശ് വേണമെങ്കിൽ ഓണറാണ് അതിൻ്റെ ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത്, ഓണറാണ് അതിൻ്റെ സ്റ്റെപ്സ് എടുക്കേണ്ടത്. സോ ഓണർ വീട്ടിൽ പോയി കളക്ട് ചെയ്യേണ്ട വാടക കാശ് ഓണറിന് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഓണർ എന്ത് ചെയ്തു? പകരം ഒരുത്തന്നെ നിർത്തി. അയാൾക്ക് 50 രൂപ വെച്ച് എല്ലാ മാസവും കൊടുക്കും. സോ ഈ പകരം നിന്ന വ്യക്തിയാണ് പോയിട്ട് റെൻറ്റ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും ഇതിൻ്റെ ബെനിഫിറ്റ് ആർക്കാണ്? ഓണറിനാണോ അതോ വാടകക്കാരനാണോ? ഓണറിനാണ്. കാരണം ഓണറിന് സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഒരുത്തനെ നിർത്തിയത്. സോ അവിടെ ശരിക്കും ബെനിഫിറ്റ് ഡിറൈവ് ചെയ്യുന്ന ആരാണ്? ഓണർ തന്നെയാണ്. സോ ഓണറിൻ്റെ സ്വന്തം ബെനിഫിറ്റിന് വേണ്ടിയിട്ട് കാശ് മുടക്കിയാൽ അതൊന്നും നമുക്ക് വരുമാനത്തിൽ നിന്ന് കുറയ്ക്കാൻ പറ്റില്ല. ഇപ്പം ഒരാൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരാളുടെ ബെനിഫിറ്റിന് സ്വന്തമായിട്ട് മുടക്കുന്ന കാശിനൊന്നും നമുക്ക് ഡിഡക്ഷൻ കിട്ടത്തില്ല. അതേസമയം വേറൊരാളുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് മുടക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ വരുമാനത്തിൽ നിന്ന് കുറച്ച് കാണിക്കാം. നമ്മുടെ സ്വന്തം ബെനിഫിറ്റിന് വേണ്ടി നമ്മൾ കാശ് മുടക്കിയാലൊന്നും കുറയ്ക്കാൻ പറ്റില്ല. സോ ഈ കേസിൽ ഈ റെൻറ്റ് കളക്ട് ചെയ്യാൻ നിർത്തിയ ആ ഒരുത്തൻ, അയാൾ ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്? ഓണറിന് വേണ്ടിയിട്ടാണ് ജോലി ചെയ്തത്. സോ ഓണറിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഓണറിനുണ്ടായ എക്സ്പെൻസ് ഒന്നും മൈനസ് ചെയ്യാൻ പറ്റത്തില്ല. സോ ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ എഴുതിയ വാട്ടർ ചാർജും അതുപോലെ ഓപ്പറേറ്റേഴ്സ് സാലറി ഓഫ് ഗാർഡനറും ലിഫ്റ്റ് ഓപ്പറേറ്റേഴ്സ് സാലറിയും പിന്നെ ലൈറ്റിംഗ് ഓഫ് സ്റ്റെയർ കേസ്, ഈ 4 എണ്ണം മാത്രമേ ഇവിടെ എക്സ്പെൻസ് മെറ്റ് ബൈ ഓണർ എന്ന് പറഞ്ഞ് കൂട്ടിയിട്ട് ലെസ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 4 എണ്ണം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 15,000 എന്ന് കിട്ടും. അപ്പോൾ ഈ 2,40,000 നിന്ന് എന്ത് കുറയ്ക്കണം? 15,000 വേണം കുറയ്ക്കാൻ. അപ്പോൾ അങ്ങനെ കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് 2,25,000 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ അൺറിയലൈസ്ഡ് റെൻ്റ് ഒന്നും വന്നിട്ടില്ല. അത് വന്നിട്ടുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം? ഇവിടെ തന്നെ താഴെയായിട്ട് എഴുതി അൺറിയലൈസ്ഡ് റെൻറ്റും മൈനസ് ചെയ്തേക്കണം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ അതില്ല, സോ അത് എഴുതേണ്ട കാര്യമില്ല. 2,25,000 കിട്ടും. ഇനി എക്സ്പെക്റ്റഡ് റെൻറ്റ് ഓർ ആക്ച്വൽ റെൻറ്റ് വിച്ച് എവർ ഈസ് ഹയർ. ഏതാണ് ഹയർ? 2,25,000 തന്നെ. 2,25,000 ആണ് നമുക്ക് വിച്ച് എവർ ഈസ് ഹയർ കിട്ടിയത്. ഇനി വിച്ച് എവർ ഈസ് ഹയറിൽ നിന്ന് എന്ത് കുറയ്ക്കണം? ലോസ് ഡ്യൂ ടു വേക്കൻസി കുറയ്ക്കണം. ഈ ക്വസ്റ്റ്യനിൽ ലോസ് ഡ്യൂ ടു വേക്കൻസി ഇല്ല. സോ ഇത് തന്നെയാണ് നമ്മുടെ ഗ്രോസ് ആനുവൽ വാല്യൂ. ഇനി ഈ ഗ്രോസ് ആനുവൽ വാല്യൂന്ന് എന്ത് കുറയ്ക്കണം? മുനിസിപ്പൽ ടാക്സ്. സോ ഈ ക്വസ്റ്റ്യനിലും എന്തുണ്ട്? ഒരു മുനിസിപ്പൽ ടാക്സിനൊരു ചെറിയ നിങ്ങൾക്ക് വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവാത്ത രീതിയിലൊരു സെൻറ്റൻസ് ഉണ്ട്. നോക്കാം. ഇപ്പം നമ്മൾ ഏകദേശം എവിടെ വരെ നോക്കി? ഈ 50 per month ആസ് സാലറി ഇതുവരെ നമ്മൾ നോക്കി. ഇനി എന്ത് പറയുന്നുണ്ട്? ഹി പെയ്ഡ് 5% ഓഫ് ദ മുനിസിപ്പൽ വാല്യുവേഷൻ ആസ് ടാക്സ് ഫോർ ദ പ്രീവിയസ് ഇയർ. അപ്പം പ്രീവിയസ് ഇയറിൽ അടച്ചു എന്നാണ് പറയുന്നത്. he paid 5% of the municipal valuation as tax for the previous year and advance payment of rupees 5,000 was also made for the year 2020-2021. അപ്പം ഫോർ ദ പ്രീവിയസ് ഇയർ എന്നേ പറഞ്ഞിട്ടുള്ളൂ, ഡ്യൂറിങ് പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡ്യൂറിങ് പ്രീവിയസ് ഇയർ എന്ന് എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ ഡ്യൂറിങ് പ്രീവിയസ് ഇയർ എന്ന് എടുക്കണം. ഇപ്പോൾ ഡ്യൂറിങ് പാസ്റ്റ് ഇയർ എന്നോ അല്ലെങ്കിൽ ഡ്യൂറിങ് ഫ്യൂച്ചർ ഇയർ എന്നോ അല്ല അങ്ങനെ എന്തെങ്കിലും ഡ്യൂറിങ് കറണ്ട് ഇയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കരുത്. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളത് ഡ്യൂറിങ് പ്രീവിയസ് ഇയർ ആണെന്ന് എടുക്കണം. ഡ്യൂറിങ് പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാലും നമ്മൾ ഡ്യൂറിങ് പ്രീവിയസ് ഇയർ ആണെന്ന് എടുക്കണം. പ്രീവിയസ് ഇയർ എന്ന് വരണം. അപ്പം നമുക്കിവിടെ പ്രത്യേകിച്ച് ഡ്യൂറിങ് ഏതാ പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ ഡ്യൂറിങ് പ്രീവിയസ് ഇയർ എന്ന് തന്നെ എടുക്കുന്നു. സോ അയാൾ അടച്ച കാര്യമാണ് പറയുന്നത്. മുനിസിപ്പൽ വാല്യൂവിൻ്റെ 5% പ്രീവിയസ് ഇയറിന് വേണ്ടിയിട്ട് അടച്ചു. പ്രീവിയസ് ഇയറിൽ അടച്ചു എന്നല്ല, പ്രീവിയസ് ഇയറിന് വേണ്ടിയിട്ട്. എനിവേ നമ്മളിത് പ്രീവിയസ് ഇയറിൽ അടച്ചായിട്ട് തന്നെയാണ് കണക്കാക്കാൻ പോകുന്നത്. സോ പ്രീവിയസ് ഇയറിൽ എത്ര അടച്ചു? 5% മുനിസിപ്പൽ വാല്യൂ. അപ്പോൾ മുനിസിപ്പൽ വാല്യൂ എത്രയാണ്? 2 lakh. 2 lakhൻ്റെ 5% എന്ന് പറയുമ്പം 10,000. അപ്പം പ്രീവിയസ് ഇയറിൽ അയാൾ അടച്ച അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിന് വേണ്ടി അടച്ചത്, ഇവിടെ പ്രീവിയസ് ഇയർ എന്നാണ് എഴുതുന്നത്. പ്രീവിയസ് ഇയർ എന്ന് എഴുതിയിട്ട് എത്രയാണ്? 5% ഓഫ് മുനിസിപ്പൽ വാല്യുവേഷൻ എന്ന് വെച്ചാൽ 2 lakhൻ്റെ 5%. ഈ 2 lakh എഴുതാൻ 0 ഇടാൻ സ്ഥലമില്ല. 2 lakhൻ്റെ 5% എന്ന് പറയുമ്പം 10,000. ഞാനിത് അകത്ത് എഴുതാൻ കാരണം ഇനി ഒരു ടാക്സും കൂടെ അടയ്ക്കുന്ന കാര്യം പറയുന്നുണ്ട്. സോ അതും കൂടെ ഉണ്ടെങ്കിൽ അതുകൂടെ ഇവിടെ എഴുതിയിട്ട് കൂട്ടി വെളിയിൽ എഴുതാൻ വേണ്ടിയിട്ട് അങ്ങനെ എഴുതുന്നത്. നിർബന്ധമില്ല, നിങ്ങൾ ഇവിടെ പുറത്ത് 10,000 എഴുതിയാലും കുഴപ്പമില്ല, ലെസ് ചെയ്താൽ മതി. ഓരോ എമൗണ്ടായിട്ട് ലെസ് ചെയ്താലും മതി.
ദെൻ ഇനി എന്തുണ്ട്, ആൻഡ് അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ₹5,000 വാസ് ഓൾസോ മെയ്ഡ് ഫോർ ദ ഇയർ 2020-2021. അപ്പോൾ അതും ഡ്യൂറിങ് എന്ന് പറഞ്ഞിട്ടില്ല, ഫോർ ദ ഇയറിനെ പറഞ്ഞിട്ടുള്ളൂ. സോ ഡ്യൂറിങ് ഏത് തന്നെ നമ്മൾ എടുക്കും, പ്രീവിയസ് ഇയർ ആണെന്ന് ഒന്നും പറഞ്ഞിട്ടില്ല, ഡ്യൂറിങ് പ്രീവിയസ് ഇയറാണ്. സോ ആ 5,000 എപ്പോൾ പേയ്മെൻറ്റ് നടത്തിയതാ, പ്രീവിയസ് ഇയർ. ഞാൻ പറഞ്ഞായിരുന്നു ഡ്യൂറിങ് പ്രീവിയസ് ഇയർ ആണെങ്കിൽ പിന്നെ ഏത് വർഷത്തേക്ക് അടച്ചു, ഫോർ വിച്ച് ഇയർ എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. 4 കഴിഞ്ഞിട്ട് വരുന്ന ഒന്നും നമ്മൾ എടുക്കണ്ട. ഡ്യൂറിങ് പ്രീവിയസ് ഇയർ ആണെങ്കിൽ അതങ്ങ് ഫുൾ എമൗണ്ട്, അതായത് ആ എമൗണ്ട് അങ്ങ് എടുക്കുക. 4 വിച്ച് ഇയർ എന്നുള്ളത് കൺസിഡർ ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത്, എടുക്കില്ല എന്നല്ല, ആ പറയുന്ന വർഷം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, അതായത് അത് നമ്മൾ ആ എമൗണ്ട് ഫുൾ അങ്ങ് എടുക്കും. അപ്പം 2020-2021 അടച്ച എത്രയാണ്, 5,000. അപ്പം ഞാനിവിടെ 2020 2021 അയാൾ അടച്ചത്, അല്ല അതിന് വേണ്ടിയിട്ട് അയാൾ അടച്ചത് 5,000. 2020-2021 അടച്ചു എന്നല്ല, കാരണം അത് ഫ്യൂച്ചർ ഇയർ ആണ്, അത് ഇതുവരെ തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതങ്ങനെ അടച്ചു എന്ന് പറയാൻ പറ്റും. അതിന് വേണ്ടി അയാൾ ഇപ്പോൾ അടച്ചു, പ്രീവിയസ് ഇയറിൽ അടച്ചു, അങ്ങനെയാണ് അത് അർത്ഥമാക്കുന്നത്. 5,000 രൂപ. ടോട്ടൽ എത്ര മുനിസിപ്പൽ ടാക്സ് അടച്ചു, 10,000 പ്ലസ് 15,000, 5,000, 15,000 എന്ന് വരും. അപ്പോൾ അത് കംപ്ലീറ്റ് നമ്മൾ എന്തിൽ നിന്ന് മൈനസ് ചെയ്യും, ഗ്രോസ് ആനുവൽ വാല്യൂ നിന്ന് മൈനസ് ചെയ്യും. അപ്പോൾ 2,25,000 നിന്ന് 15,000 പോയാൽ എത്ര കിട്ടും, 2,10,000 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 2,10,000. ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പഠിച്ചു കഴിയും. ഇതും കൂടെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യും. എനിവേ ഞാൻ നേരത്തെ പറഞ്ഞ H1, H2, H3 ഇതിന് മുന്നേ നമ്മളിപ്പോൾ കണ്ട ഒരു ക്വസ്റ്റ്യൻ, അത് നിങ്ങൾ എനിക്കിപ്പോൾ തന്നെ ചെയ്ത് കാണിക്കുക. ഫോട്ടോ എടുത്ത് ഇൻഡിവിജ്വലായിട്ട് മാത്രം അയയ്ക്കുക, ഗ്രൂപ്പിൽ അയക്കരുത്, ഇൻഡിവിജ്വലായിട്ട് അയയ്ക്കുക. പറ്റുമെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനും ഈ ലാസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യനും കൂടെ നിങ്ങൾ എനിക്ക് ചെയ്തൊന്ന് കാണിച്ചു തരിക. നമുക്ക് അവസാനം ആ 2,10,000 കിട്ടണം. അത് കിട്ടുന്ന രീതിയിൽ നിങ്ങൾ ഒന്നും കൂടെ തനിയെ ഒന്ന് ചെയ്ത് നോക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക. കാരണം നമുക്ക് ഇനി ഒരു അടുത്ത ക്ലാസ്, ആ ക്ലാസ്സിൽ നമ്മൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കംപ്ലീറ്റ് പഠിക്കും. അതിൻ്റെയും കൂടെ ഫുള്ളായി കഴിയുമ്പോൾ നമുക്ക് ഈ മൊഡ്യൂൾ അങ്ങ് തീരുവാണ്. സോ നമുക്ക് എന്ത് ഡൗട്ട് വന്നാലും അത് ഓൺ ദ സ്പോട്ട് തീർത്തില്ല എന്നുണ്ടെങ്കിൽ ഇനി പഠിക്കാൻ പോകുന്ന ചാപ്റ്റേഴ്സ് വരുമ്പോൾ അതങ്ങ് ഇതും മറന്നു പോവും, പിന്നെ അതും കയ്യിൽ നിന്ന് പോവും, എല്ലാം കയ്യിൽ നിന്ന് പോവും. സോ ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമായിരിക്കും. അതുകൊണ്ട് കറക്റ്റായിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും ഒന്നുകൂടെ നോക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് കാര്യം ആയിക്കോട്ടെ, തിയറി ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, നിങ്ങൾക്ക് ഡൗട്ടുള്ളത് എന്നോട് ചോദിക്കുക, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. എനിക്കൊരു കുഴപ്പമില്ല. അത് ഓഡിയോ മെസ്സേജ് ആയിട്ടാണെങ്കിൽ അങ്ങനെ, അല്ല നിങ്ങൾക്ക് ഫോൺ ചെയ്ത് സംസാരിക്കണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇതുപോലെ വീണ്ടും വേറൊരു വീഡിയോ ചെയ്യണമെങ്കിൽ അങ്ങനെ, ഒരു കുഴപ്പമില്ല. ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാം, ഞാൻ റെഡിയാണ്. സോ നിങ്ങൾ ചോദിക്കണം. ഓക്കെ, താങ്ക് യു.